കോളേജ് സെലക്ട് ചെയ്യുന്നതുണ്ട്. ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ബെസ്റ്റ് കോളേജസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യും, അതിൻ്റെ ലിസ്റ്റ് എടുക്കും, അതിൽ റാൻഡമായിട്ട് അപ്ലൈ. പക്ഷെ അതല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജർമ്മനിൽ 2 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ എത്തിപ്പെട്ടു, അവർ പഠിക്കുന്നുണ്ട്, അതോടൊപ്പം ഓട്ടോമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നോർമൽ ആവറേജ് സ്റ്റുഡൻറ്റിന് ജർമ്മനിയിൽ ഒരു മന്ത്ലി എത്ര കോസ്റ്റ് വരും? നമ്മുടെ നാട്ടിൽ മാർക്ക് ഏറ്റവും കൂടുതലും എൻട്രൻസിന് ഏറ്റവും കൂടുതൽ റാങ്ക് വേണം മെഡിസിനാണ് അല്ലേ. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടതും, ആ വാക്ക് ശരിക്കും ജർമ്മനിയിൽ മെണ്ടിക്കൂടാ എന്നുള്ളതാണ്. അതെ, ആ ഒരാളെ ഓർക്കരുത് എന്ന് പറയുന്ന ഒരു മറ്റേ ആൾ ആയാൾ എന്നൊക്കെയാണ് അവിടെ പോയാൽ പറയാറുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ APS മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ട്രാവൽ, വിസ, അക്കോമഡേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകൾ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആണ്, പ്രത്യേകിച്ച് പാരൻസ് ഒക്കെ. അപ്പം അതിൽ നിങ്ങൾ എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്തു കൊടുക്കുന്നത്? പക്ഷെ ജർമ്മനിയിൽ ഇന്നും ക്യാഷാണ് കൂടുതലും, അതായത് ഇത്രയും ഡിജിറ്റലൈസേഷൻ ഇല്ല. ഇതേപോലെ തന്നെയാണ് ഈ വിസ പ്രോസസ്സിങ്ങിലല്ല. അതാണ് ജർമ്മനി. ദ പീപ്പിൾ റിയലി ബിലീവ് ഓൺ ദെയർ സ്കിൽ സെറ്റ്സ്, നത്തിങ് എൽസ്. ഇവിടെയാണെങ്കിൽ നീ ഏത് കോളേജിലാണ് പഠിച്ചത്, ആ ഈ കോളേജിലാണോ, എന്നാൽ കൊള്ളാം, എന്നാൽ ഈ കോളേജിലാണോ. ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു 5 to 10 years കൊണ്ട് ഇവോൾവ് ആവുന്നത്, എസ്പെഷ്യലി ജർമ്മനിയിലൊക്കെ? ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 40% ടാക്സ് കൊടുക്കുന്ന ആളാണ്, 40% ടാക്സ്. പക്ഷേ 40% ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ഐ എം ഹാപ്പി. വൈ? ബിക്കോസ് ഈ റേസിസത്തിനെ പറ്റി നേരത്തെ പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ശരിക്കും ജർമ്മനിയിലുണ്ടോ? നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യത്തില്ല. നമ്മൾ 5 ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമ്മൾ ആ മോഡിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ടേക്ക് പെർമിഷൻ. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൺസൾട്ട് ഫോക്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള രാഹുൽ ശിവകുമാറാണ്. ജർമ്മനിയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ജർമ്മൻ എഡ്യൂക്കേഷണൽ എക്സ്പെർട്ട്. സോ ജർമ്മൻ ബ്യൂറോക്രസിയും അവിടുത്തെ യൂണിവേഴ്സിറ്റി സിസ്റ്റംസ് ഒക്കെ കൂടുതലായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ അവർക്ക് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ജർമ്മനിയിൽ പഠിക്കാനും അവിടെ സെറ്റിൽ ആവാനും ജർമ്മൻ സിറ്റിസൺ ആവാൻ ആഗ്രഹിക്കുന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് വളരെ ഇൻസൈറ്റ്ഫുൾ ആവും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. രാഹുൽ ബ്രോ, വെൽക്കം. സോ രാഹുൽ ബ്രോയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോയിട്ടുള്ള ഒരു സാധാരണ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇനീഷ്യൽ സമയത്ത്. പിന്നെ ഇവിടെ നിന്നാണ് ഈ കൺസൾട്ട് ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ ഹിറ്റായത്? ആക്ച്വലി ഞാൻ 2016 ജർമ്മനിലോട്ട് പോകുന്നത്. മാസ്റ്റേഴ്സ് ഒരു 19 ആയപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. ആ ഒരു ടൈമിൽ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അന്ന് ഇപ്പോൾ 2016 ഈ ഒരു ജർമ്മനി സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും അത്രയും ഇതേപോലെ സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിലൊന്നും അവൈലബിൾ അല്ല. അന്ന് വളരെ കുറച്ച് പേരെ ജർമ്മനിയിലോട്ട്. ഞാൻ എനർജി എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. TU ബെർലിൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. അത് അവിടുത്തെ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അന്ന് അത്ര ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്ത കാലത്താണ് ഞാനും പോയിരുന്നത്. അപ്പം എന്തുകൊണ്ടോ അത് ഒരു 2018 ആയപ്പം കുറേ പേര് എനിക്ക് ലിങ്ക്ഡിനിൽ കൂടെയും അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ എവിടെന്നെങ്കിലും എടുത്ത് ഇതെങ്ങനെയാണ് പോയത്, ഇതിൻ്റെ ഒരു ജേർണി എന്തായിരുന്നു, ഇതിൻ്റെ പ്രോസസ്സ് എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ എപ്പോഴും വിളിക്കുമായിരുന്നു. അപ്പം ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഫ്രീ ടൈമിൽ ഞാൻ ഗൈഡ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ കൂടെ തന്നെ 2 പാർട്ട്നേഴ്സും കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും പഠിക്കുന്ന കാലത്ത് ഒരു റൂമിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കും ഇതേപോലത്തെ ഒരു സെയിം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ജർമ്മനിയിൽ എത്തിയവരെ പരിചയപ്പെട്ട ആൾക്കാരാണ്. അതെ, അവിടെ പോയിട്ട് നമ്മൾ ആക്ച്വലി പറയുകയാണെങ്കിൽ മെക്ഡൊണാൾഡ്സിൽ ഞാൻ ബർഗർ ഉണ്ടാക്കുന്ന ആളായിരുന്നു. അവിടെ പോയി പാർട്ട് ടൈം നമ്മൾ അങ്ങനെ 3 പേരും ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ഒരേ റൂമിൽ താമസിക്കായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വരും. നമ്മളിങ്ങനെ ഫ്രീ ടൈമിൽ അത് ഗൈഡ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ എൻ്റെ പാർട്ട്ണറിൽ അതിൽ ഒരാളുടെ കസിന് ഇതേപോലെ തന്നെ ഒരു ഏജൻസി പോവുകയും, അന്ന് ഇത്ര ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തൊരു കാലം കൂടെയാണ്. അപ്പോൾ അന്ന് ഒരു ഏജൻസിയിൽ ഇങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് പൈസ കൊടുക്കുകയും എന്നാൽ ഇതിൻ്റെ റിസൾട്ട് വരാതെ ഇരുന്ന് അത് നമുക്ക് ഇങ്ങനെ വിളിച്ച് പറയുകയും ചെയ്തപ്പോൾ അന്ന് നമ്മൾ ആ ഒരു സ്റ്റുഡൻറ്റിനെയാണ് ആദ്യം നമ്മൾ ഹെൽപ്പ് ചെയ്തത്. ആക്ച്വലി അന്ന് ഹെൽപ്പ് ചെയ്ത് അത് ഒരു നല്ലൊരു സക്സസ്ഫുൾ പ്രോസസ്സായിട്ട് അത് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് നമുക്കൊരു അടുത്തൊരു സ്റ്റെപ്പിലോട്ട് ഇതിന് എടുത്തുകൂടാ, നമുക്ക് കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം ഉണ്ടാക്കി കുട്ടികളെ കുറച്ചും കൂടെ ഒരു
ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെ കൊണ്ടുപോയി ഇതിനൊരു ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കാമെന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങിയത് ശരിക്കും. ഓക്കെ. ശരിക്കും ഒരു സ്റ്റുഡൻ്റായി ജർമ്മനിയിൽ എത്തിയ ഒരാൾ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് ചേർന്നാണ് ഒരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സ്റ്റുഡൻ്റായിരിക്കെ ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നത്തിന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും ഈ ഒരു കൺസൾട്ടൻസി കൊണ്ട്. അത് എത്രത്തോളം ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ലൈക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കും. കാരണം കഴിഞ്ഞ മാസം എനിക്കൊരു അവിടെ പോയൊരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ചിട്ട്, ഹലോ ചേട്ടാ, അവിടെ ഭയങ്കര തണുപ്പുള്ള സമയം കൂടെയാണ്, ചേട്ടാ ചൂടുവെള്ളം വരുന്നില്ല. ഇതായിരുന്നു എനിക്ക് കിട്ടിയൊരു കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചൂടുവെള്ളം വരണമെങ്കിൽ അവിടുത്തെ ഒരു പൈപ്പ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. പക്ഷെ അതൊരു പുതിയതായിട്ട് വരുന്ന കുട്ടിക്ക് അറിയത്തില്ല. പക്ഷെ ആ രീതി വരെയുള്ള ഒരു സപ്പോർട്ട് ഒരു ഫോൺ കോളിൽ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ടായിരിക്കാം. ഇപ്പം ഇവിടെ നിന്ന് ജസ്റ്റ് വിടുന്ന ഒരു കൺസൾട്ടൻസിക്ക് ചിലപ്പോൾ ഇത് അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മളവിടെ ഉണ്ട്, നമുക്ക് ആ സിസ്റ്റം അറിയാം, നമ്മളകത്തുണ്ടെന്നുള്ളതിൻ്റെ വ്യത്യാസം. അതാണ് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പം ശരിക്കും എക്സാക്റ്റ് പറഞ്ഞാൽ ഏത് വർഷമായിരുന്നു കൺസൾട്ട് ഫോക്സ് സ്റ്റാർട്ട് ചെയ്തത്? അതുപോലെ ഇന്നത്തേക്ക് ഏകദേശം നിങ്ങൾ എല്ലാവിധ സർവീസസും കൂടി ഏകദേശം എത്ര ആളുകളെ ജർമ്മനിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്? നമ്മൾ 2020 ശരിക്കും, 2019 എന്ന് പറയാൻ, ബട്ട് 19 എൻഡ് 21, അതായത് കൊറോണ സമയത്താണ് ശരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് വരുന്നത്. ആക്ച്വലി വി സ്റ്റാർട്ടഡ് വിത്ത് 7 സ്റ്റുഡൻസ്. നമുക്ക് ആദ്യം 7 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. ആ 7 സ്റ്റുഡൻസ് നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊണ്ടുവന്ന് അവരുടെ അക്കോമഡേഷൻ തൊട്ട് അവരുടെ സിറ്റി രജിസ്ട്രേഷൻ, അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്ത് ഫിനിഷ് ചെയ്ത് ആ ഒരു റെഫറൻസിൽ നിന്നാണ് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്കിപ്പോൾ 2025 ഐ ക്യാൻ സേ നമ്മൾ വി ഹാവ് സർവ്ഡ് അറൗണ്ട് 5,000, മോർ ദാൻ 5,000 സ്റ്റുഡൻസ് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ ഡയറക്റ്റ് പ്രൊഫൈൽസ് മാത്രമല്ല, നമുക്ക് ബാക്കി B2B വരുന്ന കുറച്ച് ഇതും കൂടെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് ഡൺ. അതായത് ബാക്കിയുള്ള ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏജൻസിക്ക് നിങ്ങളുടെ സർവീസസ് കൊടുക്കും? യെസ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറേ ഏജൻസിക്ക് ഇവിടെ നിന്ന് മാത്രം വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ശരിക്കും ഇല്ല. പോയിന്റ് ഓഫ് കോൺടാക്ട് ഇൻ ദ സെൻസ്, ഇതിൻ്റെ ഒരു ഇപ്പം ഇവിടെ ഉള്ള ഒരാൾക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം ഗൈഡ് ചെയ്യാൻ പറ്റും എന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈ അപ്പ് നമുക്ക് എല്ലാ ഏജൻസീസുമായിട്ട് വന്ന്, അപ്പം അങ്ങനെ വരുന്ന പിള്ളേർക്ക് അവിടെ പോയിട്ടുള്ള സർവീസസ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നോർമലി ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നത് അധിക ആളുകളും ജർമ്മനി പ്രിഫർ ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും. അവർക്കുള്ളതാണ് ജർമ്മനി എന്നുള്ള ഒരു പൊതുവേ ഉള്ള ഒരു മിഥ്യാധാരണ ഉണ്ട്. ശരിക്കും ജർമ്മനിയിൽ ആർട്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കും അവിടെ സാധ്യതകളുണ്ടോ? എന്താണ് അതിനെപ്പറ്റി? ശരിക്കും പറയുകയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും മാർക്ക് ഏറ്റവും കൂടുതലും എൻട്രൻസിന് ഏറ്റവും കൂടുതൽ റാങ്ക് വേണം മെഡിസിനാണ് അല്ലേ? പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടതും ഇതും കിട്ടാൻ പാടുള്ളതും സൈക്കോളജിയും ഫിസിക്സും കെമിസ്ട്രിയാണ്. ബിക്കോസ് അത്രയും ടാലൻ്റ് ആയിട്ടുള്ളവർക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ അത് പറയുന്നത്. അതേ സമയത്ത് എഞ്ചിനീയറിംഗ് കിട്ടുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണ് അവിടുത്തെ എന്ന് പറയുന്നത്. ആ ഒരു 12th സ്റ്റാൻഡേർഡ് ഗ്രേഡിങ്ങിലാണ് ഞാനത് പറയുന്നത്. അപ്പം അത്രയും വ്യത്യാസമുണ്ട്. സോ നമ്മുടെ നാട്ടിലാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പം അതാണ് ഞാൻ പറയുന്നത്, നാച്ചുറൽ സയൻസ് ആയാലും ശരി, ആർട്സ് ആയാലും ശരി, ഈ പറയുന്ന സൈക്കോളജി സൈഡ് ആയാലും ശരി, ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദർ. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ സൈക്കോളജി ഞാൻ പറയുകയാണ്. സൈക്കോളജി ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫൊക്കെ ആക്ച്വലി സൈക്കോളജിസ്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ക്ലയൻസ് ഉണ്ട് അവർക്ക്, ജർമ്മൻ പോലും പറയണ്ട. കമ്പനി അതായത് ഒരു IT കമ്പനിയാണ്. അവിടെ കൂടുതൽ ഇംഗ്ലീഷ് ആൾക്കാരാണ് അവിടുത്തെ സൈക്കോളജിസ്റ്റാണ്. ആൻഡ് ആ സൈക്കോളജിസ്റ്റ് ഒരു മാൻഡേറ്ററി തിങ് ആണ് ഫോർ ഓൾ ദ കമ്പനീസ്. ദർ ഷുഡ് ബി എ സൈക്കോളജിസ്റ്റ്. വന്നു ഇവിടുന്ന് പഠിച്ചു പോലുമില്ല, ഇവിടുന്ന് ജോലിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ നമ്മളൊരു നോർമൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു മാനേജർ HR പോസ്റ്റിലുള്ള ആളുകളെ പോലെ ഒരു സൈക്കോളജിസ്റ്റ് അവിടെ മാൻഡേറ്ററി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ലെറ്റ് ഇറ്റ് ബി ഫിസിക്സ്, ലെറ്റ് ഇറ്റ് ബി കെമിസ്ട്രി, മാത്സ്, ബയോളജി, എല്ലാ ഫീൽഡ്സിലും കോഴ്സസും ഉണ്ട് പഠിക്കാൻ, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് വെളിയിൽ വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം കാറുകളായിരിക്കാം, ഇപ്പം മാർസിഡീസ് ബെൻസ്, ഓഡി, ഇതെല്ലാം ജർമ്മൻ ആയതുകൊണ്ടാണ് അതത്രയും വെളിയിലോട്ട് വന്നതും. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും പഠിക്കാൻ പോകുന്നത്. പക്ഷേ ബാക്കിയുള്ള ഫീൽഡ്സിനും ഈക്വലായിട്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഹെൽത്ത് കെയറിന് ഇപ്പം ഭയങ്കരമായിട്ട് ഷോർട്ടേജ് ഉള്ള ഒരു ഏരിയ ആണ്. അതേസമയം നാച്ചുറൽ സയൻസിനും ആർട്സിനും എല്ലാം തന്നെ ഷോർട്ടേജ് ഉള്ള ഏരിയ ആണ്. അത്രയും സ്റ്റുഡൻസ് കോഴ്സസ് ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ട്. പക്ഷേ എപ്പോഴും ജർമ്മനിയിലേക്ക് പോകുന്നു പറയുമ്പം എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജർമ്മൻ പഠിക്കണ്ടേ, ജർമ്മൻ ഇല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും ഈ IELTS ഒക്കെ പറയുകയാണെങ്കിൽ പോലും ജർമ്മൻ ലാംഗ്വേജ് ഒരു വലിയ ബാരിയറായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താ ശരിക്കും അതിൻ്റെ റിയാലിറ്റി? ജർമ്മൻ അറിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. ഈ ജർമ്മൻ ലാംഗ്വേജ്
ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട് ചിലപ്പോൾ ജർമ്മൻ ഇല്ലാതെയും പഠിക്കാം. പക്ഷേ ഇപ്പം അവിടെ വന്ന് നമുക്ക് ഇപ്പം ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയി നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജോലി കിട്ടി. ജോലി കിട്ടുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു സമയത്ത് കുറച്ച് ജർമ്മൻ പറയുവാണെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളെടുക്കും ജോലിക്ക്. ഇപ്പം അതായത് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയുന്നില്ല ലാംഗ്വേജിൻ്റെ ആവശ്യമേ ഇല്ല നിങ്ങൾ ടോപ്പ് എൻഡിൽ എത്തുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുമെന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നിന്ന് പഠിക്കുമ്പം നമുക്ക് ലാംഗ്വേജിൻ്റെ ക്രൈറ്റീരിയ ഇല്ല. യു ക്യാൻ സ്റ്റാർട്ട് യുവർ സ്റ്റഡീസ്. എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും അതായത് യൂണിവേഴ്സിറ്റീസിലും ഫ്രീ ആയിട്ടുള്ള ലാംഗ്വേജ് ക്ലാസ്സസ് ഉണ്ട് ഓരോ സെമിസ്റ്ററിലും. ആ ലാംഗ്വേജ് ക്ലാസ്സസ് എടുത്ത് പോയി കഴിഞ്ഞാൽ യു ഹാവ് 3 to 4 സെമിസ്റ്റേഴ്സ്. ഇപ്പം A1, A2, B1, B2 ലെവൽ വരെ, അതാണ് അതിൻ്റെ ഒരു ലെവൽ പറയുന്നത്. ആ ലെവൽ വരെ നമുക്ക് എത്താൻ പറ്റും. ആ ലെവൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്ന ലെവലാണ്. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്ക് പാസ് ഔട്ട് ആവാം. അത് ചെയ്യണം. ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല, വന്നിട്ട് അതിന് വേണ്ടിയുള്ള ഒരു എഫോർട്ട് എടുത്ത് അതായത് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞുകൊണ്ട് പോയി അവിടുന്ന് ഗ്രാജുവലി അത് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി എൻ്റെ റെക്കമെൻഡേഷൻ, പേഴ്സണൽ റെക്കമെൻഡേഷൻ, സമയം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡു യുവർ ബേസിക്സ്. A1, A2 ജർമ്മൻ പഠിച്ചിട്ട് പോകണമെങ്കിൽ അത് അത്രയും എളുപ്പമായിരിക്കും അവിടെ പോയി പിക്ക് ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് അവിടെ ഒരു പ്രിയോറിറ്റി കിട്ടുകയും ചെയ്തു. ഉറപ്പായിട്ടും പ്രയോറിറ്റി ഉണ്ട്. സമയത്ത് പാർട്ട് ടൈം ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മക്ഡൊണാൾഡ്സിൽ ഇപ്പം ബർഗർ ഉണ്ടാക്കുന്നത് അതെനിക്ക് അന്ന് ഒട്ടും ലാംഗ്വേജ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ബർഗർ ഉണ്ടാക്കി. പക്ഷേ കുറച്ച് ലാംഗ്വേജും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൗണ്ടറിൽ നിൽക്കാം, അതേപോലെ നിൽക്കും. പിന്നെ നമ്മൾ പഠിച്ച് പോയിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അപ്പം ജോബിന് പോകുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ജർമ്മനിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഗ്രാജുവലി ക്ലാസ്സസ് ഉണ്ട്. അപ്പം ജോബ് കിട്ടിയിട്ട് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് അറിയേണ്ടി വരില്ലേ? ഉറപ്പായിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നഴ്സിങ്ങിൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പം ഇവിടുന്ന് BSc നഴ്സിംഗ് പഠിച്ചു. അവിടെ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നഴ്സസിന് ഭയങ്കരമായിട്ടുള്ളൊരു വോയിഡ് ഉണ്ട്. ഐ മീൻ അവിടെ ഇനഫ് നഴ്സസ് ഇല്ല. പക്ഷെ നഴ്സിംഗ് ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ ആ പ്രൊഫഷനിൽ നിങ്ങൾ ഒട്ടും ലാംഗ്വേജ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ യു കാൺ മാച്ച്. അതിന് B1, B2 മിനിമം ലെവൽ എടുത്ത് തന്നെ നമ്മൾ. ഇവിടെ ശരിക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് നമുക്ക് ലാംഗ്വേജ് അങ്ങനെ പഠിക്കാൻ? ആക്ച്വലി ഉണ്ട്. ഇപ്പം ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെ ഉണ്ട്. ഞാൻ ഇന്നും പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കും നല്ലോണം ജർമ്മൻ. ഞാൻ ഏത് ലെവൽ വരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പോയിരുന്ന പഠിച്ച ആളല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്തും പിന്നെ എനിക്ക് ഈ ഭാഷ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്തൊരു ഭാഷ പറഞ്ഞിട്ട് തിരിച്ച് പറയാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര വിഷമവും കാര്യമുള്ളതുകൊണ്ട് പഠിച്ചെടുത്തൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് പഠിക്കാന്നുള്ളതാണ്. പക്ഷേ ക്ലാസ്സസിന് പൊയ്ക്കോളൂ, ഇവിടെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പം ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജർമ്മൻ സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷേ അവിടേക്ക് ഇപ്പം ഒരുപാട് പിള്ളേർ പോകുന്നുണ്ട്, അവിടെ സീറ്റ്സ് ലിമിറ്റഡ് ആയിട്ടുണ്ട്. അല്ലാതെ എവിടെ പോയി പഠിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു വാശിയും ഒരു ഇത് വേണം, ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളത്. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി അവരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ട്? അതായത് ഇപ്പം ഗ്രേഡും സ്കോറും മാത്രമാണോ അവിടെ അവരൊരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് അവർ നോക്കുന്നുണ്ടോ? ഇതിൽ മറ്റു കൺട്രീസിനെ പോലെ ഒരുപാട് നമ്മളല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇവർ വാങ്ങുന്നില്ല. നമ്മുടെ CV, അതേപോലെ തന്നെ നമ്മുടെ ഒരു എഴുതുന്ന ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. ആ ലെറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് അവർ പറയുന്നൊരു അഡ്മിഷൻ റെഗുലേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യും എന്തായാലും. പക്ഷേ ഇപ്പം അവിടെ ഒരു 100 സീറ്റാണുള്ളത്, പക്ഷേ ഒരു 500 ആപ്ലിക്കേഷൻ പോയി. അപ്പോൾ അവർക്ക് എന്തായാലും ഇത്രയും ഫിൽട്ടർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഫിൽട്രേഷന് വേണ്ടി ഒന്നെന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ A1, A2 ജർമ്മൻ ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ഉണ്ട്. 2 കുറച്ച് എക്സ്പീരിയൻസ് ഇപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്ലസ് ഉണ്ട്. 3 പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമ്മൾ എഴുതുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതാൻ. ഇപ്പം ഒരുപാട് AI സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്. ഇപ്പം ChatGPT പോലത്തെ AI സോഫ്റ്റ്വെയർസിൽ വെച്ച് ജസ്റ്റ് ചുമ്മാ അടിച്ച് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ റീഡ് ചെയ്യാൻ തന്നെ അവിടുത്തെ സോഫ്റ്റ്വെയർസിന് പറ്റുന്ന രീതിയിലായി കഴിഞ്ഞു. സോ അതൊന്നും ചെയ്യാതെ അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ പ്രോജക്റ്റും നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് ഈ കോഴ്സ് വേണമെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഒരു എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ശരിക്കും ഏജ് ഒരു മാറ്റർ ആണോ? എത്ര ഏജ് ലിമിറ്റ് വരെ ഉള്ള ആൾക്കാർക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് പോവാം? അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ശരിക്കും പറയാം, ആസ് പെർ റൂൾ നമുക്കവിടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് വെരി മാൻഡേറ്ററി. ഓക്കെ, അതെന്ന് പറയുന്നത് അതിൽ ഒരു കണ്ടീഷൻ പറയുന്നത് 45 വയസ്സിലെ മുകളിലാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഹ്യൂജ് ഫണ്ട് ഈ മെഡിക്കൽ ഇൻഷുറൻസിൽ കാണിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് 45 ബിലോ വരെ ഈ പ്രശ്നമില്ല എന്നുള്ളതാണ്. എനിക്ക് ലാസ്റ്റ് വീക്ക് വി ഹാഡ് എ വിസ ഫോർ എ 39-year-old.
39 ഇയർ Student visa. സ്റ്റുഡൻറ് വിസ കിട്ടി. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഏജ് ഒരു ഫാക്ടറല്ല എന്ന് പറഞ്ഞാൽ എല്ലാ 39 വയസ്സുകാർക്കും അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിൽ നമ്മൾ വിസയ്ക്ക് പോകുമ്പോൾ വയ്ക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. അത് ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ്. അത് കറക്റ്റായിട്ട് വൈ ജസ്റ്റിഫൈ ചെയ്യണം എന്തുകൊണ്ട് ഞാൻ 39 വയസ്സിലും പഠിക്കാൻ പോകുന്നു എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ ക്ലിയർ ആയിട്ടും കട്ടായിട്ടും കൊടുക്കാം. അതിന് കുറച്ച് എക്സ്പെർട്ട് സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് പോയിന്റ്സ് എടുത്ത് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ ഫാക്ട്. ബിക്കോസ് അതിന് മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ജർമൻസ് ഡോണ്ട് കെയർ അബൌട്ട് ഏജ്. വൈ? ബിക്കോസ് 18 വയസ്സിൽ സ്കൂൾ തീർക്കണമെന്നോ 21 വയസ്സിൽ നിങ്ങളിത് ചെയ്യണമെന്നോ 28 വയസ്സിൽ നിങ്ങൾ ജോലിക്ക് കയറണം, കല്യാണം കഴിക്കണം, ഇതേപോലത്തെ റൂൾസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. യു ക്യാൻ സ്റ്റഡി വെനെവർ യു വാണ്ട്. അതാണ് ജർമൻസിന്. അതുകൊണ്ട് തന്നെയാണ് ആ ഏജിനൊരു ഇത് വരാത്തതെന്നാണ്. ഇപ്പൊ എത്ര കൊല്ലായി ജർമ്മനിയിൽ രാവിലെ? ഞാനിപ്പോൾ 9th ഇയറാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 9 വർഷമായിട്ട് ജർമ്മനി. അതെ അതെ. ഇത്ര കാലം അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് എന്തൊക്കെയാ? കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് ചീത്ത കാര്യങ്ങളും പറയാം. ഓക്കെ, ഞാൻ ആദ്യം നല്ല കാര്യം പറയാം. അതായത് എനിക്ക് മനസ്സിലായിടത്തോളം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവിടെ. ഐ മീൻ ഞാൻ കുറച്ച് വീട്ടുകാരിൽ നിന്ന് അടിയൊക്കെ കൊണ്ട് പഠിച്ച ഒരാൾ തന്നെയാണ്. അപ്പം ഞാൻ ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പോയി മാസ്റ്റേഴ്സ് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന ഇൻ ദ സെൻസ് എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ എനിക്ക് എന്തൊക്കെയോ പറ്റുന്നത്. അത് മീൻസ് സിസ്റ്റത്തിൻ്റെ വ്യത്യാസമാണ്. അത് ഞാനിപ്പോൾ പറയുമ്പോൾ നെഗറ്റീവായി പറയുന്നതല്ല, ബട്ട് ഹിയർ ഇൻ ഇന്ത്യ കുറച്ചും കൂടെ മാർക്ക് ബേസ്ഡ് ആണ്. സോ ഇഫ് യു ആർ ഗുഡ് അറ്റ് തിയറി, ഇഫ് യു ആർ ഗുഡ് അറ്റ് സർട്ടൻ തിങ്സ് ദെൻ യു ആർ ബ്രില്യൻ്റ് എന്നുള്ളൊരിതുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല, കുറച്ചും കൂടെ കോൺസെപ്ച്വലാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നാണ്. ഇവിടുത്തെ സിസ്റ്റത്തിൽ ഞാൻ ആവറേജ് സ്റ്റുഡൻറ്റ്. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസേഴ്സ് ആയാലും ശരി, ദേ ഹെൽപ്പസ് റിയലി. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ 2016 പോകുമ്പോൾ തന്നെ ഞാൻ 2012 പാസ് ഔട്ട് ആവുന്നത്. അതായത് 4 വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ ദിവസം ഞാൻ അവിടെ പോയി കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് പഴയതൊന്നും പിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പ്രൊഫസറിൻ്റെ അടുത്ത് ഏറ്റവും ബേസിക്കായിട്ട് മണ്ടൻ ഡൗട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് പറഞ്ഞു തരുന്നു പുള്ളി ഇതാണെന്ന്. പക്ഷെ അതേസമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ അത് ചോദിച്ചിരുന്നെങ്കിൽ എന്നെ ചിലപ്പം നീ എന്തിനാ പഠിക്കുന്നതെന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സിസ്റ്റം, ആ ഒരു വ്യത്യാസം അവിടെ ഭയങ്കരമായിട്ടുണ്ട്. അതായത് ദേ ഡോണ്ട് കെയർ അബൌട്ട് യുവർ ഏജ്. നിങ്ങൾക്ക് എന്താണ്, ഇഫ് ഹാവ് എ ഡൗട്ട് ദേ വിൽ ക്ലിയർ ഇറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം കോൺസെപ്ച്വലാണ്. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ സർവൈവ് ദെയർ എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇപ്പം ഐ മാരീഡ്, ഐ ഹാവ് എ 1 year old. ഓക്കെ, ദിസ് ഇസ് സോഷ്യൽ സെക്യൂരിറ്റി ദേ ഹാവ്. ബിക്കോസ് ഞാനിപ്പം ഏകദേശം 40% ടാക്സ് കൊടുക്കുന്ന ആളാണ് അവിടെ, 40% ടാക്സ്. പക്ഷേ 40% ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ഐ എം ഹാപ്പി. വൈ? ബിക്കോസ് എൻ്റെ മെഡിക്കൽ മൊത്തം ഇറ്റ്സ് ടേക്കിംഗ് കെയർ. 2, എനിക്കൊരു ഇപ്പോൾ ഒരു കൊച്ചുണ്ടായി. ആ കൊച്ചിന് ഓരോ മാസം ദ ഗവൺമെൻറ് ഈസ് ഗിവിങ് മീ €255 ടു മീ ടിൽ, അതെ, ടിൽ ഈസ് 21 years. പിന്നെ പുള്ളിയുടെ ഇത് ഫുൾ എഡ്യൂക്കേഷൻ ഈസ് ഫ്രീ ടിൽ 21. അപ്പം ഞാൻ കൊടുക്കുന്ന ടാക്സിന് ഞാൻ ഒരിക്കലും ഞാൻ ഇത്രയും ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള വിഷമം എനിക്ക് വരുന്നില്ല. അതിനുള്ള ബെനിഫിഷ്യൽ വരുന്നുണ്ട്. ആ ബെനിഫിറ്റാണ്. അതന്നെ ഒരു സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയും, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്കിപ്പം ജോലി പെട്ടെന്ന് പോയി, ഒരു ഇൻഷുറൻസും എൻ്റെ ഈ ടാക്സിൽ ഇൻക്ലൂഡഡ് ആണ്. വിച്ച് മീൻസ് എനിക്ക് 1.5-2 വർഷത്തേക്ക് ദ ഗവൺമെൻറ് വിൽ പേ മീ ദ സാലറി ടിൽ ഐ ഫൈൻഡ് നെക്സ്റ്റ് ജോബ്. വിച്ച് മീൻസ് ഇത്രയും സോഷ്യൽ സെക്യൂരിറ്റി എനിക്കിപ്പം ഇപ്പം നാളെ ഇപ്പോൾ പെട്ടെന്ന് റിസഷൻ വരുന്നു, ഇത് വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടുവാണ് ടു പിക്കപ്പ്. ഇവിടെ ആണെങ്കിൽ എനിക്കത് അറിയില്ല. ഞാൻ കുറച്ച് വർഷം ഇവിടെ പോയിട്ട് ഇവിടെ ആക്കുന്ന സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പം അറിയില്ല. ഇല്ല. ഓക്കെ, അപ്പം ആ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇനി ചീത്ത കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ചീത്തയായിട്ട് ഞാൻ പറയത്തില്ല, പക്ഷേ ജർമൻസ് ആർ ഡയറക്റ്റ്. ഇപ്പം ഞാൻ പോയിട്ട് ഇതെങ്ങനെയുണ്ട്, കൊള്ളൂല്ലെങ്കിൽ കൊള്ളില്ലെന്ന് മുഖത്തൊക്കെ പറയും. അപ്പം നമ്മൾ ആസ് മലയാളീസ് ഓർ ലൈക്ക് ഇന്ത്യൻസിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫീലിങ്സ് വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് വലിയ കാര്യം അവിടെ ഇല്ല. ഇപ്പം എംപ്ലോയി ബോസ് റിലേഷൻ ആയാലും ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ബോസും ഇതെല്ലാം ഒരുമിച്ച് പോയി കഴിക്കും, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ വർക്കിൽ പ്രശ്നമുണ്ട്. ഇറ്റ്സ് നോട്ട് എന്ന് പറഞ്ഞൊരു എല്ലാ റൂമിലും ഡയറക്റ്റായിട്ട് പറയും. അതവരെ നമ്മളെ പൂജിക്കാനോ ഇത് ചെയ്യാനോ ഒന്നുമല്ല. ദാറ്റ്സ് ദ കൾച്ചർ. അപ്പോൾ കൾച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റാവാതെ തോന്നാം. ഇതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഇപ്പോഴും ചിലപ്പോൾ ഞാൻ സ്റ്റില്ല മലയാളി എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഒരു
ഇതൊക്കെ തോന്നാറുണ്ട്. ശരിക്കും ഒരു ട്രാക്ക് കയറി കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവും. ചില സ്ഥലത്ത് യു നീഡ് ദാറ്റ്. ഇപ്പം ഞാനിപ്പം ഒരു ബിസിനസ് നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവിടെ പലപ്പോഴും ഡയറക്റ്റായിട്ട് പറയുമ്പോൾ ഇറ്റ് വർക്ക്സ്. ഉം. നമുക്ക് ആ നോ പറയുന്നതാണെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോ പറയേണ്ട ആവശ്യമില്ല. നോ എന്ന് വെച്ചാൽ നോ. അതുപോലെ ബ്രോ ഇപ്പം ഏകദേശം 9 വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ട്. ഇത്ര ആളുകൾ അവിടേക്ക് ഹെൽപ്പ് ചെയ്തു സർവീസ് പരമായിട്ടൊക്കെ. സോ ജർമ്മൻസിൻ്റെ ഈ കാറിനോടുള്ള ഒരു എന്താ പറയുക, അവർക്ക് ഒരു അഗ്രഷനാണ് കാറിൻ്റെ അടുത്ത്. അവർ ബിൽഡ് ചെയ്യുന്ന കാറാണെങ്കിലും ലോകത്ത് ഇത്രയും രാജ്യങ്ങളായിട്ട് ഇത്രയും ക്വാളിറ്റിയിൽ കാർ ബിൽഡ് ചെയ്യുന്ന വേറൊരു രാജ്യമില്ല ശരിക്കും. അത് അവരുടെ പേഴ്സണൽ ക്വാളിറ്റി ആണോ, അല്ലെങ്കിൽ ഇത്രയും ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ആളുകൾ അവിടെ ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ബ്രോയ്ക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ശരി? എനിക്ക് മെയിൻലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. റൂൾസ് ഒബേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചി വരെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഹൈവേ നോക്കുമ്പം 30, 40, 20 എന്നൊക്കെ കിടപ്പും. ഞാനിത് നോക്കാറ് കൂടിയില്ല. ഞാൻ ചെയ്യുന്ന തെറ്റാണ്. ജർമ്മനിയിൽ അത് നോക്കിയില്ലെങ്കിൽ ഒന്ന് നോക്കും, ജർമ്മൻസ് നോക്കിയില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് പോലീസ് വരും. അവിടെ 30 പോകണേ 30 പോകണം, 30 സോൺ ഈസ് 30 സോൺ. ഇതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ എടുക്കുവാണെങ്കിൽ ഇവർ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സ്റ്റിക്ക് ആണെങ്കിൽ അത് വിട്ടവർ ചെയ്യത്തില്ല. അതിൻ്റെ ഒരു റിസൾട്ടാണെന്നാണ് ഞാൻ പറയുന്നത്, ആ എഫിഷ്യൻസി. പിന്നെ അതേപോലെ 8 hours വർക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ദേ ഡോണ്ട് ഹാവ് ടു വർക്ക് മോർ എന്ന്. പക്ഷേ 8 hours വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 8 hours വർക്കിംഗ് തന്നെയാണ്. അതെനിക്ക് അവിടെ പോയിട്ട് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ IT യിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പം ഇടയ്ക്ക് ചായ കുടിക്കാൻ പോയി, കാര്യങ്ങൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ആ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. പക്ഷേ അവരുടെ 8 hours പ്രൊഡക്ടിവിറ്റി ഈസ് വെരി വെരി മച്ച്. അപ്പോൾ അവരുടെ ആ സ്റ്റിക്കിന് ഇപ്പോൾ ഒരു റൂൾസിൽ ഫോളോ ചെയ്യുന്നതായാലും അവർ ഇപ്പോൾ ഒരു പ്രോട്ടോക്കോൾ എഴുതി വെച്ചാൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള മൈൻഡുമാണ് അവരുടെ ഒരു മെയിനായിട്ടുള്ള ഫാക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ബ്രോ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ എത്തിപ്പെട്ടു. അവർ പഠിക്കുന്നുണ്ട്, അതോടൊപ്പം ഓവർ ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നോർമൽ ആവറേജ് സ്റ്റുഡൻറ്റിന് ജർമ്മനിയിൽ ഒരു മന്ത്ലി എത്ര കോസ്റ്റ് വരും, ഒരു ലിവിങ് കോസ്റ്റ് വരും എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ആവറേജ് കോസ്റ്റ് പറയാൻ പറ്റും? ഓക്കെ, ഇപ്പം ഇപ്പം ജർമ്മൻ വിസയിൽ തന്നെ ദർ ഇസ് എ ലിമിറ്റ്. ഓക്കെ, ലൈക്ക് ഒരു മാസം ഒരു 1000 euro അടുപ്പിച്ച് ആണ് അവർ പറയുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. 1000 euros മിനിമം നമുക്കൊരു മാസം ഓക്കെ ആവുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് ഇത് ജർമ്മനി ഫുള്ളായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇറ്റ് അഗെയിൻ സിറ്റീസ് വെച്ച് മാറും. ഇപ്പം ഞാൻ നിൽക്കുന്ന ബെർലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബെർലിൻ കുറച്ചും കൂടെ ചീപ്പാണ്. അതേസമയത്ത് നമ്മളിപ്പം ഒരു ഫ്രാങ്ക്ഫർട്ടും അല്ലെങ്കിൽ മ്യൂണിക്, സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്, വേറെ സിറ്റീസാണ്. അവിടെ കുറച്ചും കൂടെ കൂടുതലാണ്. ഇപ്പം എനിക്ക് ഇവിടെ ഒരു സിംഗിൾ അപ്പാർട്ട്മെൻറ്റ് ഒരു 350 euros കിട്ടുവാണെങ്കിൽ മ്യൂണിക്കിൽ അതൊരു 550 euros ആവും. സോ ഇറ്റ്സ് അഗെയിൻ ഡിപ്പെൻഡ് ഓൺ ദ സിറ്റീസ്. ബട്ട് സ്റ്റിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഒരു സ്റ്റുഡൻറ്റ് അത്യാവശ്യം അധിക ചിലവൊന്നും ചെയ്യുന്നില്ല, ബട്ട് കറക്റ്റായിട്ട് പോകുന്ന ഒരാൾക്ക് ഒരു 800 euros 750 to 800 euros they can limit their expense എന്നാണ്. ഇപ്പം അവിടെ പക്ഷേ എഗെയിൻ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം എനിക്ക് സ്റ്റുഡൻസിനെ അറിയാം, അവർക്ക് 1000 euros പോലും നിർത്താൻ പറ്റാത്ത സ്റ്റുഡൻസിനെ അറിയാം, പക്ഷേ 550 ജീവിക്കുന്നവരെ അറിയാം. സോ ഈ ഒരു വേരിയേഷൻ ഉണ്ടാവും. ബട്ട് ഒരു ആവറേജ് ഞാൻ പറയും 750-800 is a good. ശരിക്കും ഈ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ലിമിറ്റില്ലേ, ഇത്ര അവേഴ്സേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്? അതെങ്ങനെയാണ് അവിടെ? ഓക്കെ, അതായത് ഇപ്പം ആസ് പെർ റൂൾ 100 hours ആണ് ഒരു മന്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, മിനിമം പേ ഈസ് അറൌണ്ട് 12.85 euros. സോ യു ഏൺ അറൌണ്ട് 1285 euros. അത് 1285 euro വിച്ച് ഈസ് ഇൻറ്റു 100 ആണ് ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ 1,20,000 സംതിങ് നമുക്ക് ഏൺ ചെയ്യാം. 1 lakh കേൾക്കുമ്പം എല്ലാവരും ഭയങ്കരമായിട്ട് 1,20,000, പക്ഷേ അവിടെ അതിനൊരു ചിലവുണ്ട്. അതാ പറഞ്ഞത്. ഇപ്പം നമുക്കിപ്പോൾ പറഞ്ഞ പോലെ 750-800 നമുക്ക് ചിലവായാലും വി ക്യാൻ സേവ് ലൈക്ക് 300-350 നമുക്ക് കയ്യിൽ വയ്ക്കാനുള്ളൊരു, അല്ലെങ്കിൽ 400 euros വരെ കൈ വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നാച്ചുറലി കണ്ടുവരുന്നത്. 100 hours മുകളിൽ നമുക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം, പക്ഷേ ടാക്സബിൾ ആവും. ഇപ്പോൾ പക്ഷേ ഒരുപാട് രാജ്യങ്ങൾ മറ്റേ ആ ഒരു ടൈം കൂട്ടിയിട്ടില്ലേ, അതായത് ഓവർ ടൈം ചെയ്യുന്ന സമയം കൂട്ടി പാർട്ട് ടൈം ചെയ്യുന്ന. അതായത് 80 ആയിരുന്നു ജർമ്മനിയിലും, അതാണ് 100 ആയത്. കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവിടെ 100 മുകളിൽ പോയി നിങ്ങൾ ഇപ്പം ചെയ്തതിന് ആസ് എ സ്റ്റുഡൻറ്റ് നഷ്ടമാണ്, അല്ല ടാക്സ് കൂട്ടുള്ളൂ. 40% ആണ് സ്റ്റുഡൻസിന് 40 ഇല്ല, ഒരു 36 ഇപ്പം. പക്ഷെ അത് ഞാൻ പറഞ്ഞത് അതിൽ കൂടുതൽ കുറേ ചെയ്യുമ്പോഴും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ലെന്നാണ്.
പല സ്റ്റുഡൻസും ഇല്ലേ ആക്ച്വലി കോളേജ് പോവാതെ പാർട്ട് ടൈമിൽ പിന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന സമയത്ത് പിന്നെ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കോളേജ് പോകുന്നത് അവിടെ നിർത്തുന്ന അങ്ങനത്തെ കുറെ സ്റ്റുഡൻസിന്റെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വർക്ക് ചെയ്യണ്ട എന്നൊന്നുമല്ല, പക്ഷെ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. കാരണം ഇപ്പം എനിക്കറിയാവുന്ന നമ്മൾ തന്നെ കൊണ്ടുപോയിട്ടുള്ള സ്റ്റുഡൻസിൽ ചിലർ അതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട്, എടാ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, എടാ ജർമ്മൻ ഏതുവരെ ആയി? ജർമ്മൻ ഞാൻ ബേസിക്കാണ്, എന്താ മറ്റേ ഗ്രേഡ് എങ്ങനെയുണ്ട്? അതും കുഴപ്പമില്ല, ഒരു മിനിമം ഗ്രേഡാണ്. അപ്പം എന്ത് പറ്റി? ചേട്ടാ എനിക്ക് പാർട്ട് ടൈം ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റിയില്ല, അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ മണി മോട്ടീവ് ആയിക്കോ, നോ പ്രോബ്ലം, മണി മോട്ടീവ് ഈസ് ഫൈൻ. പക്ഷെ അതിന് വേണ്ടി മുമ്പുള്ള വർക്ക് ചെയ്യുക. പഠിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പഠിച്ച പ്രോജക്ട്സ്, അതിൽ നമുക്ക് അതിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന സ്കിൽ സെറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻ ഫാക്ടേഴ്സ്. അത് ചെയ്തിട്ട് നിങ്ങൾ പാർട്ട് ടൈമും കൂടെ ചെയ്തോളൂ. പാർട്ട് ടൈം ചെയ്തോളൂ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ എന്തായാലും ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് നാട്ടിൽ ഫ്ലാറ്റ് വരെ ബുക്ക് ചെയ്തവരറിയാം, പാർട്ട് ടൈം ചെയ്ത് ഫ്ലാറ്റ് വാങ്ങാൻ വരെ പോയവരറിയാം. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ദേ ആർ വർക്കിംഗ് ഹാർഡ്. ഇത് മറ്റേ ഭയങ്കര എളുപ്പമുള്ള ജോലിയൊന്നുമല്ല അവർ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നീ ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അതുകൊണ്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഗോ സ്റ്റഡി, ബാലൻസ് ഇറ്റ്. ഒരു 2-3 ഇയേഴ്സിൻ്റെ ഇതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇറ്റ് ബാക്ക് ഫോർ ഷുവർ. ലാംഗ്വേജ് കൂടെ പഠിക്കുകയാണെങ്കിൽ യു ഗെറ്റ് ഇറ്റ് ബാക്ക് ഫോർ ഷുവർ. സ്റ്റേ ബാക്ക് ഒക്കെ എത്ര ഉണ്ട് ജർമ്മനിയിൽ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം കോഴ്സ് കഴിഞ്ഞാൽ? ഇപ്പം അത് ഏകദേശം 18 months ആണ് സ്റ്റേ ബാക്ക് വരുന്നത്. അതിന് 2 years ആക്കാനുള്ളൊരു ചേഞ്ച് നടക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് അറ്റ് ഒഫീഷ്യൽ, വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. 18 years ആണ് ഇപ്പം. 18 months ആണ് നമുക്ക്. അപ്പം അത് കഴിഞ്ഞാൽ PR ഒക്കെ PR-ന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ജോലി കിട്ടിയിട്ട് നമ്മൾ ഈ 21 months ടാക്സ് പേ ചെയ്യുവാണെങ്കിൽ, ടാക്സിലോട്ട് ഫണ്ട് വരുവാണെങ്കിൽ വിത്ത് B1 സർട്ടിഫിക്കറ്റ് ഓഫ് ജർമ്മൻ നമുക്ക് PR-ന് എലിജിബിലിറ്റി വരും. B1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ A1 സ്റ്റാർട്ടിങ്, A2 ദെൻ യു ഗോ ഫോർ B1. B1 എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവൽ ജർമ്മൻ എന്നുള്ള രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റിയ 21 months to 24 months ഇടയ്ക്ക് നമുക്ക് 2 years ആവുന്ന ആ സമയത്ത് നമുക്ക് PR-ന്റെ എലിജിബിലിറ്റി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും 5,000+ സ്റ്റുഡൻസിന് എബ്രോഡ് പോകാൻ വേണ്ടി കൺസൾട്ട് ഫോക്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. മെയിനായിട്ട് സ്റ്റുഡൻസ് ഒരു ചെയ്യാറുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ലൈക്ക് റിജക്റ്റഡ് ആവാൻ അല്ലെങ്കിൽ സ്റ്റക്കായി പോകാനുള്ള റീസൺസ്? ഇതിൽ ഫസ്റ്റ് ഞാനിപ്പം ഫസ്റ്റ് ആരെ നിങ്ങളിപ്പം കൺസൾട്ടൻസിയായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഇതിൽ. ഇതിപ്പം ഞാനിതിൻ്റെ ഒരു ആളെന്നുള്ള നിലയ്ക്ക് പറയുന്ന ഒരു ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ടേം തന്നെ അല്ല ഇത്. പക്ഷെ ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. വൈ? ബിക്കോസ് ജർമ്മനിയിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയി ബേസിക് ഇൻഫർമേഷനൊക്കെ ഇംഗ്ലീഷിൽ കാണും. ചില അകത്തുള്ള ഡോക്യുമെൻറ്റ്സ്, അഡ്മിഷൻ റെഗുലേഷൻസ്, അതേപോലത്തെ കൺവേർഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫുൾ ജർമ്മനിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇപ്പം എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം എല്ലാവർക്കും അത് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത് ഒരു ഫൈൻ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഏജൻസികളുമായിട്ട് നിങ്ങൾ ടൈ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ദാറ്റ്സ് എ ക്ലവർ ചോയ്സ്. നിങ്ങൾ ആദ്യമേ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്സ് ഇപ്പം മിസ്റ്റേക്സ് എന്ന് ഞാൻ പറയത്തില്ല. ഇപ്പം ചിലവരിപ്പം കോളേജ് സെലക്ട് ചെയ്യുന്നതുണ്ട്. ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ബെസ്റ്റ് കോളേജസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യും, അതിൻ്റെ ലിസ്റ്റ് എടുക്കും, അതിൽ റാൻഡമായിട്ട് അപ്ലൈ. പക്ഷെ അതല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജർമ്മനി 2 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഫീസ് വെച്ചിട്ട് പോകുന്ന യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിലാണ്. അതായത് ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് 0 ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ ഈ പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് തന്നെ യു ഹാവ് എ ലിസ്റ്റ്. മനസ്സിലായില്ലേ? അതിൽ തന്നെ പല റാങ്കിങ്ങിലുള്ള കോളേജസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് എന്ന് പറഞ്ഞ 2 ഡിവിഷൻ ഉണ്ട്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിസർച്ച് ബേസ്ഡ്, ഈ അപ്ലൈഡ് സയൻസസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡസ്ട്രി ബേസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൊഫസേഴ്സ് മറ്റ് TUവിലുള്ള പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ആ ലൈനിലുള്ളതും. അതേസമയം ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ഇപ്പം അപ്ലൈഡ് സയൻസസിലൊരു പ്രൊഫസർ ചിലപ്പോൾ BMW ഒരു ഇതും കൂടെ ആയിരിക്കും, ഒരു എന്താ പറയുന്ന ഒരു വലിയ പോസ്റ്റുള്ള ആളായിരിക്കും. സോ ഇൻഡസ്ട്രി ഓറിയൻറ്റേഷനും കൂടെ അവർക്ക് കാണും. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു സ്റ്റുഡൻറ്റിന് എന്താണ് ആവശ്യം, അപ്പോൾ പുള്ളിക്കാരന് ഫ്യൂച്ചർ റിസർച്ചാണ് പോകുന്നതെങ്കിൽ ഈ ഷുഡ് ലൈൻ അപ്പ് വിത്ത് യൂസ്.
കുറച്ചും കൂടെ ഇത് ജോബ് ഓറിയൻറ്റഡ് ആണെങ്കിൽ യു ഷുഡ് ലൈൻ അപ്പ് വിത്ത് അപ്ലൈഡ് സൈറ്റ്സ്. അല്ലാതെ ഇപ്പോൾ റാങ്കിങ് നോക്കുകയാണെങ്കിൽ TUs ഒക്കെ ആയിരിക്കും ആദ്യത്തെ റാങ്കിങ്ങിൽ വരുന്നത്, മനസ്സിലായില്ലേ? സോ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് അത് ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം എന്നെ വിളിച്ചിട്ട് ചേട്ടാ എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ്, ഈ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് അത്രയും മതി എന്ന് പറയും. ഞാനിപ്പം നോക്കുമ്പോൾ തന്നെ ഞാൻ പ്രൊഫൈൽ കണ്ടിട്ട് പറയും കിട്ടാൻ പാടായിരിക്കും, കോടാവായിരിക്കും. ഇത് ചിലപ്പം ഞാൻ പറയുമ്പം അവർ പറയും ഇല്ല നിങ്ങളുടെ ഇതിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ള രീതി. പക്ഷേ അതല്ല സത്യം. ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷൻസും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ടാണെന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്ക് അല്ല ആക്ച്വലി, ഇറ്റ്സ് ആ ഒരു നോളജ് ഗ്യാപ്പാണത്. അത് നമുക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അതാണ് മെയിനായിട്ടുള്ളൊരു. നേരത്തെ പറയണ്ടായി പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് 0 ട്യൂഷൻ ഫീസാണ് വരുന്നത്. വേറെ എന്തെങ്കിലും എക്സ്പെൻസ്, അതായത് ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് ഒരു സ്റ്റുഡൻറ്റ്, വേറെ എന്തൊക്കെ എക്സ്പെൻസ് ആണ് വരുന്നത്? ഇതിൽ ട്യൂഷൻ ഫീസാണ് 0. ആ സമയത്ത് അഡ്മിനിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സാം ഫീസ്, നമുക്ക് ഏത് സിറ്റിയിലാണെങ്കിലും നമുക്ക് ട്രാവൽ കാർഡ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ചെറിയൊരു ഫീസാണ്. അത് ഒരു സെമസ്റ്ററിന് ഒരു മാക്സിമം പോയ ഒരു 40,000-50,000 റുപ്പീസ് ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ അതൊക്കെയാണ് സെമസ്റ്റർ ഫീസായിട്ട് വരുന്നത്. അങ്ങനത്തെ എക്സ്പെൻസ് നമുക്ക് എന്തായാലും എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട് ഇതിൽ. അതുപോലെ ഇപ്പം നിലവിൽ APS മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ട്രാവൽ, വിസ, അക്കോമഡേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകൾ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആണ്, പ്രത്യേകിച്ച് പാരൻസ് ഒക്കെ. അപ്പം അതിൽ നിങ്ങൾ എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗൈഡൻസ് എത്രത്തോളം? ഇപ്പം ഞാൻ പറയല്ലോ, നമുക്ക് ഇപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം APS അങ്ങനെ നമുക്ക് 360 ഡിഗ്രി ഫുൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം APS എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ നടക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ തന്നെ അത് പണ്ട് കുറേ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അത് മാറ്റാൻ വേണ്ടി ജർമ്മനി കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഈ APS എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രൂവ് ചെയ്ത് ജർമ്മൻ എംബസിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് തൊട്ട് ഓരോ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് ആ ഡോക്യുമെൻറ്റ്സ് കറക്റ്റാണോ ചെക്ക് ചെയ്യുന്നതും, അതേപോലെ ആപ്ലിക്കേഷൻ നമ്മൾ ബേസിക്കലി നമ്മൾ സ്റ്റുഡൻസ് എൻ്റെ അടുത്തുനിന്ന് ഇരുന്ന് ഒരു കൗൺസിലിംഗ് സെഷൻ വയ്ക്കും. അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കും. അത് വെച്ചിട്ട് എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ലിസ്റ്റ് എടുക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഓഫർ വന്ന് നമ്മൾ വരുന്നു, വിസയ്ക്ക് പോകുന്നത്, വിസയുടെ അപ്പോയിൻമെൻറ്റ് തൊട്ട് വിസ വരുന്നവരെയുള്ള കാര്യങ്ങളും വേറെ. ഇനി കൊച്ച് അവിടെ വന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ അക്കോമഡേഷൻ കൊണ്ടുവിടുന്നതും. ഇനി അക്കോമഡേഷൻ അവിടെ ആയിട്ട് അവർക്ക് സിറ്റി രജിസ്ട്രേഷൻ, അതായത് അവിടെ എല്ലാ സ്റ്റുഡൻസും രജിസ്റ്റർ ചെയ്യണം അഡ്രസ്സ്, അതിന് മാൻഡേറ്ററി. അതുണ്ടെങ്കിലേ ബാക്കി ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിറ്റി രജിസ്ട്രേഷൻ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള തൊട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നവരെ അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് കൈ കിട്ടി അവർ ഓക്കെ ആണ് എന്ന് ഒരു മെസ്സേജ് അയക്കുന്നവരെയുള്ള സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിങ്ങനെ എടുത്ത് ഞാൻ പറയുന്നില്ല. ഇതിൽ എന്തുണ്ടോ അതിലെല്ലാം നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. കൺസൾട്ട് ഫോക്സിന്റെ ഫസ്റ്റ് ഒരു ഓഫീസ് എന്നുള്ള പോലെ നിങ്ങൾ ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ദുബായ്, ഇന്ത്യ ഒക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി? എപ്പോഴാണ് ഡിസൈഡ് ചെയ്തേ നമുക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം? ബേസിക്കലി ഓക്കെ, നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഓഫീസ് എന്നുള്ളതിനേക്കാളും നമ്മളെല്ലാവരും ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു ശരിക്കും ജർമ്മനി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കത് വൺസ് വി സ്റ്റാർട്ട്, ഞാൻ പറഞ്ഞ 7 സ്റ്റുഡൻസിൽ തുടങ്ങി, പിന്നെ റെഫറൻസ് വെച്ച് ബിഗ് തുടങ്ങി, നമുക്ക് ഡോക്യുമെൻ്റ് ഹാൻഡ്ലേഷനും കാര്യങ്ങളൊക്കെ പാടായി തുടങ്ങി. സോ അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ കൊച്ചിയിലോട്ട്, കറക്റ്റ് കേരളത്തിൽ എവിടെയും സെൻറ്ററിൽ ഒരു സൈഡിലായിട്ട് പിടിക്കുന്ന കൊച്ചിയിലോട്ടുള്ള ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 2021, 22, 23 ഒക്കെ ആയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ എൻക്വയറി ഫ്രം ദുബായ്, ഫ്രം ഗൾഫ് കൺട്രീസ് അവിടെ നിന്ന് വരാൻ തുടങ്ങി. മലയാളീസ് തന്നെയാണ് ദുബായിലേക്കൊക്കെ ഷിഫ്റ്റ് ആയിട്ട് അവിടെ. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പോൾ ദുബായിൽ ഹയർ എഡ്യൂക്കേഷൻ സൈഡ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടുതലും വേറെ കൺട്രീസിൽ പോയി പഠിക്കുന്ന ഒരു മാർക്കറ്റാണ് അവിടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജർമ്മനിയിലോട്ടുള്ള ഒരു, പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഇതേപോലെ ജർമ്മനി മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ജർമ്മനി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്റ്റഡി അബ്രോഡ് ഏജൻസീസ് കുറവാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കുറേ എൻക്വയറീസ് വരുന്നുള്ളൂ. പക്ഷേ അവരുടെ ഡോക്യുമെന്റ് ഹാൻഡ്ലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്നതും അങ്ങനെ കുറച്ച് ലോജിസ്റ്റിക് ഇഷ്യൂസ് വന്നപ്പോഴാണ് നമ്മൾ വൈ ഡോണ്ട് വി സ്റ്റാർട്ട് ദെയർ. ജർമ്മനിയിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ ദുബായിൽ നിന്ന് പോകുന്നതാണോ ഏറ്റവും സിമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ അതിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനാണ് ഇപ്പോൾ എളുപ്പമായിട്ട് വരുന്നത്. കാരണം ദുബായിൽ നമ്പർ ഓഫ് അപ്പോയിൻമെന്റ്സ് ഫോർ വിസ ഇസ് ലെസ് കമ്പയർഡ് ടു. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഡിലേ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് അത് നടക്കുന്നത്. അതുപോലെ ഇപ്പം
സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 70% ഫ്രോഡായിട്ടും 30% നല്ലതായിട്ടും കണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ എസ്പെഷ്യലി. കാരണം ഒരുപാട് ആളുകൾ പൈസ കൊടുത്തും അല്ലാത്ത രീതിയിൽ ഒരുപാട് സ്റ്റക്കായിട്ട് വർഷങ്ങളോളം കാത്തു നിന്നിട്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള സ്റ്റോറികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് കുറച്ചുകൂടി ഇതൊന്ന് ഒരു ഓപ്പൺ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. സോ അവിടെ നിങ്ങളുടെ ഫെയിം എങ്ങനെയാണ് കുറച്ചുകൂടി ഓപ്പൺ ആവുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഹോണസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് പറയും? ഇപ്പം എനിക്ക് ഇത് തന്നെയാണ്. ഇപ്പം എനിക്ക് ഉള്ളൊരു മെയിൻ കൺസേൺ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ 3 പേരും നമ്മൾ ഫൗണ്ടേഴ്സായ 3 പേര് ഇതിൽ ഭയങ്കരമായിട്ട് മനസ്സിൽ വെച്ചിട്ടുള്ള കാര്യം ഞാൻ പറയടാ, ഇത് നമ്മളൊരു ഏജൻസി പോലെ ചെയ്യലടാ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിള്ളേരെ കൊണ്ടുവരുന്നൊരു സൈഡ് മാത്രം അങ്ങനെ ചെയ്യരുത്. മോർ ദാൻ ദാറ്റ് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ഇൻ ദ സെൻസ്, ഇപ്പം ഞാൻ പറയാം, ഞാനൊരു ക്ലയൻറ്റായിട്ട് ഫോൺ സംസാരിക്കുമ്പോൾ ഞാൻ അവരെന്നെ സാറെന്ന് വിളിക്കും. അങ്ങനെ ഒരു ക്ലയൻറ്റ് ആ ഒരു ബന്ധമല്ല. അതിനേക്കാൾ നല്ല ആ ബ്രോ പറ ബ്രോ. ഞാൻ അങ്ങനെ കുറച്ചും കൂടെ ബ്രദർലി ആയിട്ട് അതിനെ, ഇത് ഞാനൊരു മാർക്കറ്റിംഗ് ഇതായിട്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ അവരെ ഇതിലോട്ട് പുള്ളിയാൻ വേണ്ടി ചെയ്യുന്നതല്ല. അവരുടെ കൺസേൺസ് റൈറ്റ് ആയിട്ട് മനസ്സിലാക്കി അതിന് ഹോണസ്റ്റായിട്ട് ആദ്യമേ പറയും. ഇപ്പോൾ ഫോർ ഒരു സ്റ്റുഡൻറ്റ് വന്നു എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഈ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ സ്റ്റുഡൻറ്റ് വന്നിട്ട് ചോദിച്ചു, എനിക്ക് അവിടെ മാസ്റ്റേഴ്സ് ചെയ്യണം ഫ്രീ ആയിട്ടെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം കോഴ്സില്ല. അപ്പം ഞാനത് കട്ട് ആൻഡ് ടൈറ്റായിട്ട് ക്ലിയർ ആയിട്ട് ആദ്യം പറയാം. അല്ലാതെ അവിടെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്ത് അങ്ങനത്തെ ഇത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ആദ്യമേ ഉണ്ടോ ഇല്ലയോ ക്ലിയർ, അതാണ് ഫസ്റ്റ് പോയിന്റ്. 2, ഞാൻ പറയില്ല, നമ്മൾ ഒരു ചാർജസ് ഉണ്ട് നമുക്കെല്ലാം, സർവീസ് ചാർജസ് ഉണ്ട്, അതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലും ഞാൻ പറയില്ല, ഇപ്പം നല്ല മാർക്കുള്ള സ്റ്റുഡൻസ് ഉണ്ട്, പൊട്ടൻഷ്യലായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ഇതിൽ മാർക്ക് അത്യാവശ്യം നമ്മൾ അങ്ങോട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട്, കാരണം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു നല്ല സ്റ്റുഡൻറ്റിനെയാണ്, ഒരു ബ്രൈറ്റ് സ്റ്റുഡൻറ്റിനെ ആണെന്നുള്ളൊരു ഇതുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ കറക്റ്റായിട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു ഗൈഡൻസും ഉണ്ട്. അപ്പോൾ അതും വി ആർ ഡൂയിങ് ലൈക്ക് നമ്മളൊരു കോൺസ്റ്റൻറ്റ് സർവീസ് ചാർജസ് ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്യുന്ന ആൾക്കാരല്ല. വി സ്പോട്ട് ഓൺ ആയിട്ട് ഓക്കെ ഇത് എത്രയുണ്ട്, മാർക്കുണ്ട്, ഇത്രയും ചെയ്യാൻ നോക്കുക എന്നുള്ള രീതിയിൽ അതും നമ്മൾ ക്ലിയർ ആക്കുന്നുണ്ട്. 3, അപ്ഡേറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നം, ഇത് തന്നു എല്ലാം കഴിഞ്ഞിട്ട് ഈ ജർമ്മനിയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇട്ടിട്ട് 4 ദിവസത്തെ അഡ്മിഷൻ വരത്തില്ല. ബ്യൂറോക്രസി ഉണ്ട്, പേപ്പർ വർക്ക് ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 3 to 4 months കഴിഞ്ഞിട്ട് ഓഫർ ലെറ്റർ. ഈ 3 to 4 months ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. അതിന് കറക്റ്റായിട്ട് നമ്മൾ വാട്ട് വി ഡു ഈസ് എവറി മന്തിൽ വി ഡു എ വെബിനാർ വിത്ത് ദിസ് കണക്ടിങ് ദ സ്റ്റുഡൻസ്. എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് കറക്റ്റായിട്ട് കൊടുക്കാം. ഈ ഒരു ഇൻഫർമേഷൻ ഷെയറിങ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ 3, നമുക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വി മീറ്റപ്പ്. ഇന്നിപ്പം ബെർലിനിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ വി മീറ്റപ്പ്. എന്താണ് കാര്യം, ഇനി അവർക്ക് പാർട്ട് ടൈം കിട്ടാൻ പാടുണ്ടെങ്കിൽ, പാർട്ട് ടൈം യൂഷ്വലി നമ്മളൊരു സർവീസായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ പാർട്ട് ടൈം കിട്ടാൻ പാടുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന സ്ഥലത്ത്, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് വിളിച്ച് വെച്ചിട്ട് റെഫർ ചെയ്യുന്നത്. അപ്പം ഞാനത് ചെയ്യുന്നത് എനിക്ക് അവിടെ നീ ഇത് എനിക്ക് ഇത്രയും പൈസ വേണം എന്നുള്ള രീതിനേക്കാളും എനിക്കറിയാം ആസ് എ സ്റ്റുഡൻറ്റ് പാർട്ട് ടൈം എനിക്ക് എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഞാൻ ഇപ്പം ഓരോ സമയത്ത് ഞാൻ ഡെലിവറി ബോയ് ആയിട്ട് പോയ കാലങ്ങളുണ്ട്. അപ്പോൾ ഒരു മാസം ഞാൻ ടിപ്സ് കിട്ടിയ കാശ് വെച്ച് വരെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒരു ഇതെന്താന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഓപ്പണായിട്ടും കാര്യം പറഞ്ഞു കൊടുത്തും അതേപോലെ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളൊരിതാണ് മെയിനായിട്ട്. അത് ഏജൻസി മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശരിക്കും ഈ ഏജൻസി മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പം ഇനീഷ്യലി പറഞ്ഞൊരു കാര്യം, ലൈക്ക് അതർ ഏജൻസീസിനെ ഹെൽപ്പ് ചെയ്യണം. ലൈക്ക് you want to help the ecosystem, not just compete with other agencies. Yes. ആ ഒരു ഐഡിയയിലേക്ക് എങ്ങനെ എത്തി? മെയിൻലി ഇതിപ്പം കാരണം എനിക്ക് ചിലപ്പോൾ ഫോൺ വരും ഇങ്ങനെ, ഹലോ ചേട്ടാ ഞാൻ ഈ ഒരു ഏജൻസിയിൽ കൊടുത്തായിരുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും, അത് ത്രൂ ആവാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഈ ഇൻഫർമേഷൻ ഈ പറയുന്ന XY ഏജൻസീസിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്, ഹായ് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ, B2B ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വരുന്നത്. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ ഓക്കെ ഇത് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട മാർക്കറ്റല്ലേ, പക്ഷേ വേണ്ട, വിൻ സിറ്റുവേഷനാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഐ ആം വിന്നിങ്, ദേ ആർ ഓൾസോ വിന്നിങ്. ആ വിൻ സിറ്റുവേഷനാണ് ബേസിക്കലി. ഇപ്പോൾ ഈ വരുന്ന സ്റ്റുഡൻസിനെല്ലാം തന്നെ അവിടെ വരുന്ന ഒരു കറക്റ്റ് ഇൻഫർമേഷൻ ത്രൂ വെബിനാർസ് ഞാൻ അവർക്ക്, ഇപ്പം ഫോർ അതർ ഏജൻസീസ് ഞാൻ വെബിനാർസ് എടുക്കാറുണ്ട്. അവർക്കും ഇതേപോലത്തെ സെഷൻസ് വെച്ച് ആസ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ഞാൻ സംസാരിക്കാറുണ്ട്.
ഓക്കെ. ആ കറക്റ്റ് ഇൻഫർമേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത ഇപ്പം ചുരുക്കം പറയാൻ എനിക്ക് എൻ്റെ അടുത്ത് വരുന്നത് മാത്രമല്ല ബാക്കിയുള്ള വരുന്ന ആ ഒരു സ്ഥലത്തു നിന്നും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു പ്ലസ് പോയിന്റ് അതിലുണ്ട് എന്നുള്ളതാണ്. ആ വിൻ വിൻ സിറ്റുവേഷൻ ആണ് മെയിൻ. ഇപ്പോൾ കറണ്ട് സിനാരിയോ വെച്ചിട്ട് ഏകദേശം ഒരു സ്റ്റുഡൻറ്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഒരു നോർമലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജർമ്മനിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഇതിൽ സ്റ്റുഡൻറ്റ് വിസയുടെ കേസസിൽ സേ നമുക്ക് മോസ്റ്റ്ലി 2 ഇൻടേക്കാണുള്ളത്. ഒന്ന് സമ്മർ ഇൻടേക്ക്, ഒന്ന് വിൻ്റർ ഇൻടേക്ക്. ഇപ്പം വിൻ്റർ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തുന്നത് വിൻ്ററിലാണ്. വിൻ്റർ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ സമയമാണ് അവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, സെപ്റ്റംബർ ഒക്ടോബർ. അപ്പോൾ ഇപ്പം ഇപ്പോൾ വിസ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പീപ്പിൾ വിൽ ബി ട്രാവലിംഗ് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ വരും. പക്ഷേ ഇവരുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് മാർച്ചിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിൽ നമുക്ക് ഓഫർ വന്നു തുടങ്ങി. ജൂലൈ, ഓഗസ്റ്റിൽ വിസയ്ക്ക് പോയി സെപ്റ്റംബറിലോട്ട് നമ്മളെത്തും. ഇതാണ് അതിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. വൈ? ബിക്കോസ് ഇപ്പം ഡിജിറ്റലൈസേഷൻ നമ്മൾ പറയുമല്ലോ. ഇപ്പം ഞാൻ ഉള്ള സത്യം പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് ഞാനൊരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് എൻ്റെ എനിക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടോ, എനിക്ക് UPI പേയ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ 500 രൂപ നോട്ടൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു ഇല്ല, സംഭവമില്ല, ഗൂഗിൾ പേ ഞാൻ പറഞ്ഞു ചേട്ടാ ഇല്ല. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, ഗൂഗിൾ പേ ഇല്ലാത്ത ആളാണ്. പക്ഷെ ജർമ്മനിയിൽ നിന്നും ക്യാഷാണ് കൂടുതലും. അതായത് ഇത്രയും ഡിജിറ്റലൈസേഷൻ ഇല്ല. ഇതേപോലെ തന്നെയാണ് ഈ വിസ പ്രോസസ്സിങ്ങിൽ എല്ലാം പേപ്പർ വർക്ക്. ഇപ്പോൾ കുറേ ഡിജിറ്റലൈസേഷൻ ആവുന്നുണ്ട്, ബട്ട് ദേ സ്റ്റിൽ ബിലീവ് ഇൻ പേപ്പർ വർക്ക്. ദേ സ്റ്റിൽ ഒരു കാര്യം വന്നത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ കോപ്പി എടുത്ത് വച്ച്, ബിക്കോസ് ആ സിസ്റ്റം അവർക്ക് എഫിഷ്യൻ്റ് ആണ്. അവിടെ പിന്നെ ആൾക്കാർ അത്രേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ച് കാര്യങ്ങൾ ചെയ്യും. പ്രോസസ്സ് കുറച്ചുകൂടി സിമ്പിൾ ആവും. ഇനി തൊട്ട് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, ഇപ്പം വെൻ വി സ്റ്റാർട്ടഡ് ദ average processing for visa was 42 days, 30 to 42 days. Now it is 9 days. കാരണം ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കുറേ ഡിജിറ്റലൈസ് ആക്കി, ഇന്ത്യയിൽ നിന്ന് ഡിജിറ്റലൈസ്ഡ് ആക്കി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 10 ഡേയ്സിലൊക്കെ വിസ വരുന്നുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ, അതായത് ഒരു സ്റ്റുഡൻറ്റ് ഡോക്യുമെൻ്റ് നമ്മളെടുത്ത് അത് നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രൊഫൈൽ വർക്ക് ചെയ്യണം. എന്താണെന്ന് നോക്കി നമ്മൾ ആ പ്രൊഫൈൽ വർക്ക് ചെയ്ത് അത് പ്ലേസ് ചെയ്താണ് കൊടുത്തിട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്നത്. ആ സമയം എടുക്കും. പക്ഷേ വിസയുടെ ഇതിലിപ്പം ഈ ഒരു കുറവ് വരുന്നത്. അപ്പോൾ ആ ഡിജിറ്റലൈസേഷൻ നടക്കുന്നുണ്ട്. ഇത് കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിൻ്റെ കുറച്ചും കൂടി ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. ഇപ്പോൾ ഒരു ആവറേജ് 4 to 5 months പറയാം. ഒരുമിച്ച് ബർഗർ ഉണ്ടാക്കി തുടങ്ങി ആ സമയത്ത് കണ്ടുമുട്ടിയുള്ള പരിചയം, അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫെയിം ബിൽഡ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ 3 co-foundersആണ് ശരിക്കും കൺസൾട്ട് ഫോക്സിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ 3 പേരും 3 ഐഡിയകളുള്ള 3 ചിന്താഗതികളുള്ള ആളുകളായിരിക്കും. സോ ഹൗ ഡു യു അലൈൻ? നിങ്ങളുടെ ടീമിന് എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒരു കോർ വാല്യൂസ് അങ്ങനെ എന്തെങ്കിലും കൺസൾട്ട് ഫോക്സ് ഫോളോ ചെയ്യുന്നുണ്ടോ ആസ് എ ബിസിനസ്? ഇപ്പം അതൊരു ഇപ്പോൾ കറക്റ്റ് പോയിന്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 3 പേരുണ്ടെന്ന് പറയുന്നു. 3 പേരും ചിന്തിക്കുന്നതായാലും ചെയ്യുന്നതായാലും ഇതേപോലത്തെ കാര്യങ്ങളിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ ഒരു ഭയങ്കര വലിയ വാല്യൂ ആണ്. കോർ വാല്യൂ എന്ന് വെച്ചാൽ ഇത് എല്ലാവരും ഫോളോ ചെയ്യുന്ന വാല്യൂ തന്നെയാണ്. അടുത്ത എൻഡ് ഓഫ് ദ ഡേ നമ്മൾ 100% കൺവേർഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. സി വാട്ട് എവർ ഡിസിഷൻ ഹീ ടേക്സ്, ഐ ടേക്ക്, അതർ വൺ ടേക്ക്, ഇത് അലൈൻഡായി പോകുന്നത് ഈ ഒരു കൺവേർഷന് വേണ്ടിയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുന്നു ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് ഒരാൾ പറയുന്നു. ഒരാളൊന്നും അതിന് വേണ്ട വെബിനാർ എടുക്കാമെന്നാണ് ഒരാൾ പറയുന്നത്. ഒരാൾ പറയുന്നത് ചിലപ്പം വേണ്ട നമുക്ക് ഒരു ഗിവ് അവേ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഇതിൽ 3 പേരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മളത് ഡിസ്കസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ഹാവ് ദാറ്റ് എന്താ പറയുന്നത്, ഇപ്പം എൻ്റെ ഡിസിഷൻ ചെയ്യിക്കണമെന്നുള്ളൊരു ഇതില്ല അവിടെ, അല്ലെങ്കിൽ പുള്ളി ഡിസിഷൻ ചെയ്യിക്കുന്നത്. വി സിറ്റപ്പ്, വി ഡിസ്കസ് ദിസ്, എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വെച്ചിട്ട് 100% കൺവേർഷൻ നമുക്ക് ഏതായിരിക്കും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലോട്ട് അലൈൻഡ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. സി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് എവർ ഹാപ്പൻസ് അവർ ഗോൾ ഈസ് ടു അച്ചീവ് ദിസ്. അതിന് ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ബാക്കി ഫാക്ടേഴ്സിൽ എന്താണെന്നുള്ള ബെസ്റ്റായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പം ബെർലിനിൽ we 3 and then we have 3 more people. And in Cochin office we have around 8 people working. പിന്നെ നമുക്ക് ദുബായ് ഓഫീസിൽ ഇപ്പോൾ ഒരു 3 പേരാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഓഫീസസ് ഇൻ തൊടുപുഴയും അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തുണ്ട്. അവിടെയൊക്കെ 2 പേര് വെച്ചിട്ടും ഇതൊക്കെ ആ ട്രിവാൻഡ്രം തൊടുപുഴയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ എടുത്തും പ്രോസസ്സ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയിലാണ് കൂടുതലും പോകുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു ടോട്ടൽ എംപ്ലോയി ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 5,000+ സ്റ്റുഡൻസ് ജർമ്മനിലോട്ട് നിങ്ങളുടെ ഹെൽപ്പോട് പോയി. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോഴും റിമെമ്പർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും? ഇപ്പോൾ നേരത്തെ ഒരു വെള്ളത്തിൻ്റെ കേസ് പറഞ്ഞു. റിമെമ്പർ, യെസ് ഓഫ് കോഴ്സ്.
കുറേ പിള്ളേർ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് വന്നു ഒരു മാസം മുമ്പ് വൺ ഓഫ് അവർ സ്റ്റുഡൻസ് അവർ എനിക്ക് 3 years മുമ്പ് പോയ സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ചിട്ട് ഹലോ, എനിക്ക് ആദ്യം മനസ്സിലായാലുമില്ല, ഹലോ ചേട്ടാ താങ്ക്സ് എന്ന് പറഞ്ഞു. താങ്ക്സ്. എൻ്റെ നമ്പറൊക്കെ മാറി, കാരണം പുള്ളി വേറെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ പഴയ ഇന്ത്യൻ നമ്പറായിരുന്നു ജർമ്മൻ നമ്പറായിട്ടൊക്കെ മാറി. എനിക്ക് ജോലി കിട്ടി അവിടെ വന്നിട്ട്. ത്രൂ ആസ് വന്നു, അത് കഴിഞ്ഞ് പഠിച്ചു, ജോലി കിട്ടി. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് യുവർ ഹാർഡ് വർക്ക്, നമ്മൾ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനപ്പോൾ അവനോട് ചോദിച്ചു, ചേട്ടാ എന്ത് ചെയ്യായിരുന്നു, പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കറക്റ്റ് ടൈമിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു ടൈം, ഞാൻ പറയല്ലോ, ടു ബി ദെയർ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് നമ്മൾ പറയുമല്ലോ, അത് പുള്ളി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പുള്ളിക്ക് ആ സക്സസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊരു കാരണം എല്ലാവരും ജോലി കിട്ടുന്ന ഇഷ്ടംപോലെ പേരുണ്ടോ എന്നെ വിളിക്കുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷേ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇതേപോലെ തന്നെ ഇതേപോലെ സക്സസ് പറയാൻ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഒരു സ്റ്റുഡൻറ്റിന് അവിടെ ഹി വാസ് റാങ്ക് ഹോൾഡർ, ലൈക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് വന്നു. ഇവിടെ നിന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, വാസ് റാങ്ക് ഹോൾഡർ ഇത്. അപ്പം ഞാൻ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ വ്യത്യാസത്തിൽ അവനെ ഹെൽപ്പ് ചെയ്താണ് ഉണ്ടാകുന്നത്. കാരണം ഹീ ഈസ് ടാലൻറ്റഡ്, ബട്ട് മാർക്ക് സിസ്റ്റം ബേസ്ഡ് അല്ല, കുറച്ചും കൂടെ വേറൊരു കോൺസെപ്ഷ്യൽ ബേസ്ഡ്. ഇങ്ങനത്തെ കുറച്ച് സ്റ്റോറീസ് ഉറപ്പായിട്ടും ഞാൻ പറയാലോ. ഇപ്പം ഞാൻ അവിടെ ജോലി ചെയ്ത് ഇൻ്റർവ്യൂവിന് പോയപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ ഏത് കോളേജിൽ പഠിച്ചതെന്നല്ല, എനിക്ക് ഡിഗ്രിക്ക് മാർക്ക് എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടില്ല, എനിക്ക് എന്താ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ജർമ്മനി. ദ പീപ്പിൾ റിയലി ബിലീവ് ഓൺ ദ സ്കിൽ സെറ്റ്സ്, നത്തിങ് എൽസ്. ഇവിടെയാണെങ്കിൽ നീ ഏത് കോളേജിലാണ് പഠിച്ചത്, ആ ഈ കോളേജിലാണോ, എന്നാൽ കൊള്ളാം, എന്നാൽ ഈ കോളേജിലാണോ, അങ്ങനത്തെ ഒരു ബേസ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട്. അതിവിടെ ഇല്ലേ? ശരിക്കും ഉണ്ട്. അപ്പം അതില്ല അവിടെ, സ്കിൽ സെറ്റിലാണ് കാര്യം. പക്ഷെ ബ്രോ, നമുക്ക് ഒരു ലാസ്റ്റ് 2-3 years ബിഫോർ ജർമ്മനിയിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യൻസിന് നേരെ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻസിന് 1-2 പേരെയൊക്കെ മർഡറായി, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു ബാഡായിട്ടുള്ളൊരു അലിഗേഷൻ കാര്യങ്ങളൊക്കെ ജർമ്മനിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അങ്ങനെയുള്ള സംഭവങ്ങൾ ശരിക്കും ഇൻസിഡൻസ് അവിടെ നടക്കുന്നുണ്ടോ ജർമ്മനിയിൽ? ഞാൻ ഇതിൽ പറയുകയാണെങ്കിൽ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. മർഡർ കേസ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ മലയാളി സ്റ്റുഡൻറ്റ് വാസ് കിൽഡ് ബാക്ക് ദെൻ. ഇത് എല്ലാ ദിവസവും എൻ്റെ കൺമുമ്പിൽ നടക്കുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല, ജർമ്മനി നടക്കുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല. ക്രിമിനൽ റേറ്റ് കുറേയൊക്കെ കുറവുള്ള ഒരു രാജ്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പം അതിൻ്റെ ബാക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോയി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. ജർമ്മനിയിലെ ഫ്രീഡം യു ഹാവ് എ ലോട്ട്. നിങ്ങൾക്ക് നോ വൺ ഈസ് ദെയർ ടു ഹാവ് എ ലുക്ക് ഓൺ യു. ആൻഡ് പിന്നെ നിങ്ങളിപ്പം ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും ഭയങ്കര കുറ്റകരമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ പോകുമ്പോൾ അത് കുറ്റകരമല്ല, അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കിടക്കുന്ന സാധനം. ഡോണ്ട് മിസ്യൂസ് ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു മിസ്യൂസ് ചെയ്ത് ആ ഒരു ട്രാക്കിലോട്ടൊന്നും പോകരുത്. ആ ഒരു അവിടെ പോയി കഴിഞ്ഞാൽ ആ ട്രാക്കിലോട്ട് പോയി നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വന്ന് വീഴാം. അങ്ങനെ വീഴാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് അത്. പക്ഷെ അങ്ങനത്തെ ഒരു ഫ്രീഡം കൺട്രിയാണ് അത്. അവിടുത്തെ ആൾക്കാർ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ അതാണ് അങ്ങനെ വരുന്ന കുറച്ച് അലിഗേഷൻസ് ആണ് ഇപ്പം ബ്രോ പറഞ്ഞത്. അതിൽ എനിക്ക് തോന്നുന്നില്ല അത് എപ്പോഴും ഭയങ്കര റിപ്പീറ്റേറ്റീവായിട്ടും എന്നും നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഇത്. ഐ മീൻ അങ്ങനെയൊന്നും വരുന്നൊരു കാര്യമല്ല. മലയാളികൾ പൊതുവെ പുറത്തു നന്നായി ജീവിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കുറേ റീൽസൊക്കെ കാണുമ്പം ഓണം സെലിബ്രേഷൻ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടായ പല പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അപ്പം ജർമ്മനിയിൽ എങ്ങനെയാണ്? നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം ജർമ്മനിയിൽ കുറച്ചും കൂടെ ഈ ഇങ്ങനെ എല്ലാത്തിനും ഒരു പീസ് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. കുറച്ചും കൂടെ ഒരു പാട്ടിടുവാണെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് സ്ലോ ചെയ്ത് ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതാണ്. അതേപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ റൂഹേ സൈറ്റ് എന്നൊരു സംഭവമാണ് ജർമ്മനിയിൽ. അതായത് എപ്പോൾ വേണമെന്ന് ബഹളം വെച്ച് രാത്രി 10 മണിക്ക് ശേഷം ബഹളം വയ്ക്കരുത്. ഒരു പോയിന്റ്. 2 സൺഡേ സൈലൻ്റ് ആയിരിക്കണം. വീട്ടിൽ എൻ്റെ സൺഡേ ഒരു ദിവസം പ്രഷർ കുക്കർ വെച്ചിട്ട് അടിച്ചിട്ട് അപ്പുറത്തെ ആളെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സോറി, സൺഡേ ഞാൻ ചെയ്തുവിടാം. അത്രയും പ്രഷർ കുക്കറിന് സൗണ്ട് വരെ ഇതായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ഇപ്പം മലയാളികളെല്ലാവരും കൂടെ കൂടുമ്പം നമ്മൾ ഇപ്പം കുറച്ച് ബഹളത്തിനേക്കാളും നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യത്തില്ല.
നമ്മളൊരു 5 ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമ്മൾ ആ മൂഡിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ടേക്ക് പെർമിഷൻ, അതും പറ്റും. സി ഗോ ടു ദ പോലീസ് ആൻഡ് ടെൽ വി ആർ ഗോയിങ് ടു ഡു പാർട്ടി, they will tell okay till this time he is approved, do that, പ്രശ്നമില്ല. പക്ഷെ ഇതൊന്നും അല്ലാതെ വെറുതെ റോഡിൽ പോയി ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരികയും ചെയ്യാം, നമുക്ക് ചീത്തപ്പേര് തന്നെയാണ്. സോ നമ്മൾ ഇത്രത്തോളം നമ്മൾ ഈ പറഞ്ഞിടത്തോളം ജർമ്മനിയിലേക്കുള്ള സ്റ്റഡി കാര്യങ്ങളും ഒക്കെ ഭയങ്കര പ്രോസസ്സൊക്കെ വലിയ രീതിയിൽ സിമ്പിളായിട്ട് വരികയാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അത് ഡിജിറ്റലൈസ്ഡ് ആക്കുന്നു ബ്രോ പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഷോർട്ടാവും, ടൈം സ്പാൻ കുറച്ചുകൂടെ കുറയും. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പം ഇപ്പം ജർമ്മനിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ തങ്ങളുടെ മക്കളെ ജർമ്മനിയിലേക്ക് വിടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വാട്ട് ഷുഡ് ദേ ഡു ടുഡേ? ഇപ്പം ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ യു ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ റൈറ്റ് പീപ്പിൾ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ നടക്കുന്നത് എന്നുള്ളതൊരു ഫാക്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്നത് ജർമ്മനിയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഹൈ ആണ്. ഇത് ഞാനിവിടെ ഇപ്പോൾ പറയുമ്പം ഇപ്പോൾ എല്ലാവരും വന്ന് പറയുന്നതാണ്. അവിടെ ഇപ്പോൾ കാനഡയെക്കുറിച്ച് പറയുന്നവർ കാനഡ ഹൈ ആണെന്ന് പറയുന്നത്. പക്ഷെ ഞാനിത് സ്റ്റാറ്റിസ്റ്റിക്കലി എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സൈറ്റിൽ പോയാൽ മതി. അവിടെ ആവറേജ് ഏജ് ഇറ്റ്സ് വെരി ഓൾഡ്. ഓക്കെ, ഇറ്റ്സ് വെരി ഓൾഡ് ഏജ്. അപ്പം എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ 2027-28 മാക്സിമം ജർമ്മൻസ് റിട്ടയർ ആകാൻ പോകുന്നത് ഫ്രം മെനി ഓഫ് ദ സർവീസസ്. അപ്പോൾ അവിടെ അത്രയും പേര് പോകുമ്പം അവിടെ യങ് പോപ്പുലേഷൻ ഇല്ല ടു ഫിൽ ഇൻ. അപ്പോൾ എന്ത് പറ്റും, പല സർവീസസ് പിന്നെയും ഷോർട്ടേജ് ആവാനാണ് പോകുന്നത്. ഇപ്പോഴേ ഷോർട്ടേജ് ഉണ്ട്, ഇനിയും ഷോർട്ടേജ് ആവാനാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജർമ്മൻസ് ഗവൺമെൻറ് തന്നെ വൈ ദേ ആർ ഇൻവൈറ്റിംഗ് പീപ്പിൾ. ഇപ്പോൾ തന്നെ ചാൻസലർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് സംസാരിച്ചപ്പോഴും ദേ ആർ ഓപ്പണിംഗ് അപ്പ് ദ വിസാസ്, ദേ ആർ എക്സ്റ്റെൻഡിങ് മോർ വിസാസ്. വൈ? ഇന്ത്യക്ക് പ്രത്യേകിച്ച്, നോട്ട് ടെലിംഗ് അതർ കൺട്രീസ്, ഇന്ത്യക്ക്. വൈ? ബിക്കോസ് ഇന്ത്യ ഹാസ് ഗോട്ട് എ യങ് പോപ്പുലേഷൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ അതിന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ സേ 29, 30, 31 ആ ഒരു സമയം, 28, 29, 30, ഇപ്പോൾ 25, ഇപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ പഠിക്കുന്ന കൊച്ചാന്ന് വെച്ചോ, യു പ്ലാൻ ഫോർ ദിസ്, യു ബി ദെയർ, യു ഫിനിഷ് യുവർ സ്റ്റഡീസ്. ആ ടൈമിൽ ആ ഓപ്പർച്യൂണിറ്റീസിൽ ഞാൻ പറയുന്നു ഒരു കാര്യം, വെറുതെ ഇരുന്നിട്ട് ആ ഓപ്പർച്യൂണിറ്റി പോയി പ്ലേസ്ഡ് ആവത്തില്ല. ഡു യുവർ വർക്ക്, ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ എപ്പോഴും അതാണ് ഞാൻ പറയുന്നത്. അപ്പം അതിപ്പോൾ പേരൻസ് ആയാലും നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു കൺട്രി വിടണം, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കൺട്രി വിടണം, ഫ്യൂച്ചറിസ്റ്റിക്. എൻ്റെ പേരൻസ് സ്ഥിരം ചോദിക്കുന്ന ഇത് കഴിഞ്ഞിട്ട് എന്താണ്, കൊച്ചിന് ജോലി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ജോലി അവിടെ ഉണ്ട്, നമ്മളതിലോട്ട് എത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് ഈ ഒരു ഫാക്ടർ ആണ് മെയിനായിട്ടുള്ളൊരു ഫാക്ടർ, ഈ ഒരു ഷോർട്ടേജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ കൺസൽ ഫോക്സിനെ പറ്റിയുള്ളൊരു ചെറിയൊരു ആർട്ടിക്കിൾ വായിച്ചപ്പം നിങ്ങളെ തന്നെ ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഇപ്പം പറഞ്ഞു നേരത്തെ, കോമ്പറ്റ് ചെയ്യുന്നില്ല, ഹെൽപ്പ് ചെയ്യാണ് എക്കോസിസ്റ്റത്തിന്. സോ എങ്ങനെയാണ് കൺസൽ ഫോക്സ് അതർ ഏജൻസിയായിട്ട് ഡിഫർ ചെയ്യുന്നത്? ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ യു കം വിസിറ്റസ്, നമുക്ക് ഭയങ്കര ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഹൈറാർക്കി സ്ട്രക്ചറും ഇല്ല. ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കണമെങ്കിൽ യു ക്യാൻ, എൻ്റെ വാട്സാപ്പ് നമ്പർ വേണോ, ഐ ക്യാൻ ഷെയർ. ആൻഡ് ഞാൻ പറയുന്നില്ല ഞാൻ വിളിച്ചുടനെ എടുത്ത് ഞാൻ റിപ്ലൈ ചെയ്യുന്നു, പക്ഷേ ഐ ഹാവ് മെയ്ഡ് എ ഷെഡ്യൂൾ മൈസെൽഫ് ലൈക്ക് 24 hours ഐ വിൽ റിപ്ലൈ എന്നുള്ള രീതിയിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ there will be a counseling staff, there will be visa staff, there will be enrollment staff. ഇത് മൊത്തം അങ്ങനെ ഒരു സ്പ്ലിറ്റിലാണ് ഈ എല്ലാവരും ചെയ്യുന്നത്. നമുക്കങ്ങനെയല്ല. നമുക്കെന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോക്യുമെൻറ്റേഷൻ എടുത്ത് വയ്ക്കാൻ മാത്രമാണ് ആൾക്കാർ, ബാക്കിയെല്ലാം ഇറ്റ്സ് അസ്. നമ്മളും ഒരു അവിടെ ഉള്ളൊരു 4-5 പേര് നമ്മുടെ ഡയറക്റ്റ് ആക്സസ് നിങ്ങൾക്ക് കാണും. അതായത് ഡിസിഷൻ മേക്കിംഗ് നമ്മളാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആക്സസ് നിങ്ങൾ കാണും. വേറെ ആരും അതിനിടയ്ക്ക് ബൈപ്പാസ് ചെയ്ത് പോയോ മിസ്ഇൻഫോംഡ് ആവാനുള്ള സാധ്യത കുറവാണ്. അതാണ് ഒരു മോറലെസ് ആ ഒരു സംഭവം. നമ്മൾ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇത് സിസ്റ്റം ഈസി ആയിട്ട് തന്നെ ഒരാളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് മുതലാളിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കാം, മാനേജ് ചെയ്ത് പോകുന്ന രീതിയിലാക്കും. പക്ഷെ നമ്മൾ ഇന്നും we 3 have decided no, we're not going to be like, ഇപ്പം നമ്മൾ കൗൺസിലേഴ്സ് ആവും, നമ്മൾ വിസ സ്റ്റാഫ് ആവും, നമ്മളിതാവും. കാരണം ഇതിലെല്ലാം കുറേ ആൾക്കാരെല്ലാം നമ്മൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ ഫേമസ് കുറച്ചുകൂടെ ഒന്ന് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയ ചലഞ്ചായിട്ട് വന്നിട്ടില്ല? യെസ്, ബട്ട് സ്റ്റിൽ അതിനൊരു പ്രോപ്പർ ചാനലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഐ ഗ്രൂപ്പ് ഇപ്പോൾ ബേസ്ഡ് ഓൺ ഇപ്പം നമുക്കിപ്പം ഡിജിറ്റലി നമ്മൾ ഓക്കെ ആണല്ലോ. ഇപ്പം ഞാൻ ഗ്രൂപ്പ് ചെയ്യും, ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഉള്ള ഒരു പൂൾ ഉണ്ടാക്കും, അവരൊക്കെ ഒരു വെബിനാർ കൂടെ ഞാൻ അഡ്രസ്സ് ചെയ്യും.
സോ ഐ എം അഡ്രസ്സിങ് ദം. സിവിൽ എഞ്ചിനീയേഴ്സിനെ മൊത്തമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, BCom പഠിച്ചവരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ടെക്നോളജിക്കലി ഞാൻ ഇപ്പോൾ ഓരോ സ്റ്റുഡൻ്റായിട്ട് ചെയ്യേണ്ട, ഞാൻ പറയും ഓക്കെ ഈ ബുക്ക് അപ്പോയിൻമെൻറ്റ്സ് ആർക്കൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100 പേര് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ബേസ്ഡ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് ഫിൽട്ടർ ചെയ്യും, ചെയ്യാൻ പറ്റും. ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു 5 to 10 years കൊണ്ട് ഇവോൾവ് ആവുന്നത്, എസ്പെഷ്യലി ജർമ്മനിയിലൊക്കെ എങ്ങനെയാണ് അതിനൊരു മാറ്റം വരിക എന്ന് ചോദിച്ചാൽ ബ്രോ എങ്ങനെയാണ് പറയുക? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എനിക്ക് വീണ്ടും പറയാനുള്ളൂ. ജർമ്മനിയിൽ ഇറ്റ്സ് ഗോയിങ് ടു ബൂം ബിക്കോസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട്. ഓവർസീസ് എഡ്യൂക്കേഷൻ ഇറ്റ്സ് ഗോയിങ് ടു ഇൻക്രീസ്, പീപ്പിൾ ആർ ഗോയിങ് ടു കം ദെയർ ആൻഡ് മോറോലെസ് ഇതിൽ നിങ്ങൾക്കറിയാം. ഇപ്പം എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഇപ്പോൾ കാനഡ കേട്ടിട്ടുണ്ട്, UK കേട്ടിട്ടുണ്ട്, അവിടെയൊക്കെ ഇപ്പം എന്താ ന്യൂസ് വരുന്നത്, ഡിപ്പോർട്ട് ചെയ്യുന്നു, വിസ. ജർമ്മനി പറയുന്നത് കമ്മെന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ജർമ്മനി കിടക്കുന്നത്. മീൻസ് ഇൻ നെക്സ്റ്റ് 5 to I can tell up to 2035 വരെ ഇൻഡസ്ട്രി. ഇപ്പൊ UK ശരിക്കും കുട്ടികൾ പോകുന്നത് കുറഞ്ഞില്ലേ നല്ലോണം, അവരാരും അങ്ങോട്ട് പോവണ്ടെന്നുള്ളൊരു ഇതിലും വേറെ കൺട്രീസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിൽ മെയിനായിട്ട് ഇപ്പോൾ വിളിക്കുന്ന സ്റ്റുഡൻസ് കൂടുതലും ചേട്ടൻ്റെ പ്ലാൻ UK ആയിരുന്നു, ചേട്ടൻ്റെ പേര് കാനഡ ആയിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പോൾ ജർമ്മനി ആയി. ഈ ഒരു ഷിഫ്റ്റ് എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. സോ ഈ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ അതിന് ഓഫ്കോഴ്സ് 5 to 10 years ഉണ്ടാവും. ഇത് സ്റ്റഡി സെക്ടറിൽ മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഹെൽത്ത് കെയർ, ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ സെക്ടറിൽ ജോബായാലും IT സെക്ടറിലെ ജോബായാലും ശരി, ഇറ്റ്സ് ഗോയിങ് ടു ബൂം. ആ ബൂമിങ് ഉണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ്, ജർമ്മനി ടാക്സ് വെച്ച് ജീവിക്കുന്ന ടാക്സ് കൺട്രിയാണ്. ഞാനിന്ന് കൊടുക്കുന്ന ടാക്സ് ഇപ്പം അവിടെ വയസ്സായിട്ട് 65 വയസ്സ് കഴിഞ്ഞ് ജീവിക്കുന്നില്ലേ, അവർക്കതൊരു പെൻഷനായിട്ട് പോകുന്നുണ്ട്. ഇപ്പം ഇത് റൊട്ടേഷനാണ്. മനസ്സിലായില്ലേ? ഇപ്പം വയസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആണ് കൂടുതൽ, ഇനിയും വയസ്സായ ആൾക്കാരാണ് കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തോ ആ സിസ്റ്റം കറക്റ്റായിട്ട് ആൾ അകത്ത് വന്ന് വീണാൽ മാത്രമേ ഈ സിസ്റ്റം. അപ്പം അതിന് വേണ്ടി കൊണ്ടാണ് സ്കിൽഡ് ലേബറിൽ ഇപ്പം ദർ ഇസ് എ ന്യൂ തിങ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കാർഡ്. അതായത് നിങ്ങൾ സ്കിൽഡ് ലേബർ സെക്ടറിലാണ്, നിങ്ങൾക്ക് 1 വർഷം അവിടെ വന്ന് സ്റ്റേ ചെയ്ത് ജോലി നോക്കാനുള്ള, സെർച്ച് ചെയ്യാം, പാർട്ട് ടൈം ജോബ്സ് നിങ്ങൾക്ക് ചെയ്യാം, സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സംഭവമാണ്. അത് ജോലി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ അവിടെ പോകും. അതിപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ്. ബ്രോ, നമ്മൾ ഈ ഹെൽത്ത് കെയർ സെക്ടറിന് പൊതുവെ പുറത്തൊക്കെ വലിയ രീതിയിലുള്ള പോസിബിലിറ്റീസാണ് നമ്മൾ പറയാറുണ്ടല്ലോ. ജർമ്മനിയിൽ അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? ജർമ്മനിയിൽ ഹെൽത്ത് കെയർ ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ പോലെ തന്നെ, ഞാൻ പറഞ്ഞ അതിനേക്കാളും കൂടുതലാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. ഷോർട്ടേജ് ഉള്ള സ്ഥലം തന്നെയാണ്, എസ്പെഷ്യലി നഴ്സിംഗ് സൈഡിൽ. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ വരെ ഒരു ഷിഫ്റ്റിൽ നിന്ന് അടുത്ത ഷിഫ്റ്റിലോട്ട് ആ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ തന്നെ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത നഴ്സ് വരാൻ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പേഴ്സണലി എക്സ്പീരിയൻസ് ആയൊരു കാര്യങ്ങളൊന്നും പോകത്തില്ല. അവർ സ്ട്രിക്റ്റ് ആയിട്ട് 8 hours ഫോളോ ചെയ്യുന്നതാണ്. ഡെലിവറി ടൈം ആണെങ്കിലും ഇവർ അതെ, അതായത് ആ ഒരു ടൈമാണ് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ടൈം ആണെങ്കിൽ ഇവർ നെക്സ്റ്റ് വൺ വിൽ കം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ പോകും. പക്ഷെ അടുത്ത ആൾ വരാൻ ഡിലേ ഉണ്ട്, കാരണം അവർക്ക് അത് മാപ്പ് ചെയ്ത് അത്ര ആളില്ല, അത്രയും ബാക്കപ്പിന്. അപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വരുന്നു, അവിടെ നിൽക്കുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുണ്ട്, ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതിനെ അവർ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് 2 രീതിയാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ BSc നഴ്സിംഗ് ഒക്കെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ലാംഗ്വേജ്, ഇവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് B2 എല്ലാ മൊഡ്യൂളും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ വന്ന് ജോലി ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഴ്സുമാരെ നഴ്സിംഗിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് നഴ്സാക്കുന്ന ഒരു നഴ്സിംഗ് ട്രെയിനിങ്. അത് 12th കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസ്, നോർമലി 12th കഴിഞ്ഞിട്ടുള്ള, അതെ, ഇവിടുന്ന് 12th കഴിഞ്ഞ സ്റ്റുഡൻസിന് അതേപോലെ B2 പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഹൗസ് ബിൽഡിംഗ് എന്ന് തന്നെ പറയും, വൊക്കേഷണൽ ട്രെയിനിങ് എന്നാണ് എൻ്റെ പേര്. ഒരു ഡിഗ്രി പോലെ തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിന് വേണ്ടി നമ്മൾ ട്രെയിൻഡ് ആവുക എന്നാണ് എൻ്റെ അർത്ഥം. അത് പല സ്ഥലത്ത്, അത് കമ്പ്യൂട്ടർ സയൻസിനുണ്ട്, മെക്കട്രോണിക്സിനുണ്ട്, അതേപോലെ നഴ്സിങ്ങിനുണ്ട്. അപ്പം ഈ 3 വർഷമാണത് ട്രെയിൻഡ് ആവുന്നത്. ഇതിന് ഈ 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിന് സ്റ്റൈപ്പൻഡും ഉണ്ട്. അതായത് ഒരു ഫസ്റ്റ് ഇയർ ഒരു 1300 euros, പിന്നെ 1400, പിന്നെ 1500, അങ്ങനെ 3 വർഷം സ്റ്റൈപ്പൻഡോടെ നഴ്സിംഗിന് വേണ്ടി ട്രെയിൻഡ് ആയിട്ട് ഇവർ തന്നെ ഇവർക്ക് അവരുടെ റിക്വയർഡ് ഹോസ്പിറ്റൽസിലോ കെയർ ഹോംസിലോ അവരെ പ്ലേസ്ഡ് ആക്കുന്ന രീതിയാണ് ഇത്. അത് ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സാക്ട് ഇവിടുത്തെ നേഴ്സസിന് കിട്ടുന്ന അതേ വാല്യൂ തന്നെയാണ് അവിടെ കിട്ടുന്നത്. എക്സാക്ട്ലി അതാണ് ഞാൻ പറയുന്നത്. അവർക്ക് പേ
ഇറ്റ്സ് വെരി ഗുഡ്. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന അതേ പേയ്മെൻറ്റിൽ തന്നെ ഏകദേശം ഇത് വരുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ്ങും ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2 ഫുൾ മൊഡ്യൂൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ജർമ്മൻ കുറച്ച് നോളജ് വേണം. അപ്പോൾ വാട്ട് വി ഡു ഈസ് വി ഡു എ മോക്ക് ഇൻ്റർവ്യൂ ഫസ്റ്റ്. നമ്മളിപ്പോൾ ഞാനായിരിക്കും ചിലപ്പോൾ മോക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നത്, ബിക്കോസ് ഐ നോ ദ ലാംഗ്വേജ്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മളൊരു ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഫർദറായിട്ട് അത് ചെയ്യുന്നൊരു അത് എങ്ങനെയാണ്? +2 ബയോളജി പഠിച്ചിരിക്കണം അങ്ങനെ എനി സ്ട്രീം ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് ഇൻ ദാറ്റ്. എൻ്റെ എല്ലാ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഇതുപോലെ തന്നെയല്ലേ ജർമ്മൻ പാസ്പോർട്ടിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ട്രൂ ആണോ? ഇപ്പം ജർമ്മൻ പാസ്പോർട്ട് ഈസ് വൺ ഓഫ് ദ വേൾഡിൽ തന്നെ ഏറ്റവും റാങ്ക്ഡ് പാസ്പോർട്ടാണ്. 3-4 അങ്ങനെ, അല്ലെങ്കിൽ 3-4 ആവും, അങ്ങനെ പോകുന്നൊരു പാസ്പോർട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഇപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി കൺട്രി യു ടേക്ക് യു ക്യാൻ ട്രാവൽ വിത്തൗട്ട് വിസ. വിത്തൗട്ട് വിസ. ഇപ്പോൾ US ട്രാവൽ ചെയ്യണമെങ്കിൽ ജർമ്മൻ പാസ്പോർട്ട് ഉള്ളവർക്ക് US ജസ്റ്റ് വേണ്ട, കാനഡയിൽ പോകണമെങ്കിൽ പോകാം. ഇപ്പോൾ പല കൺട്രീസിലോട്ട് നമുക്ക് ഫ്രീ. ഇപ്പോൾ ദുബായ് ഫുൾ അതിലോട്ടുള്ളൊരു ഇതുണ്ട്. അത് അത്രയും പവർഫുള്ളാണ് ആ പാസ്പോർട്ട് എന്നുള്ളതാണ്. അപ്പം ഇപ്പം പണ്ടത് 8 years ആയിരുന്നു. You have to stay there for 8 years to get this. പക്ഷേ ഇപ്പോൾ അത് 5 years ആക്കിയിട്ടുണ്ട്. 5 വർഷം നമ്മൾ ജർമ്മനിയിൽ 5 വർഷം നിന്നിട്ട് B1 സർട്ടിഫിക്കറ്റും പിന്നെ അവിടുത്തെ ഹിസ്റ്ററിയുടെ ഒരു എക്സാം ഉണ്ട്. അതിന് ഒരു ഐൻബർഗുറൻ ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റ് നമ്മൾ പാസ്സാണെന്നുള്ളത് ജർമ്മൻ പാസ്പോർട്ട്. അപ്പം അത് നമുക്ക് ഇത്രയും കൊടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മൻ പാസ്പോർട്ട് നമുക്ക് കിട്ടാൻ. അതായത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ഇയർ മുതൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന ഒരു 2 year 3 year ആണെങ്കിൽ അത് പ്ലസ് ഒരു 2 years to 3 years നമുക്കത്. പക്ഷേ ലാംഗ്വേജ് ആണ് മെയിൻ. അതേപോലെ ആ ടെസ്റ്റാണ് മെയിൻ. ആ ഒരു ടെസ്റ്റിൽ ആ ടെസ്റ്റിൽ നമ്മുടെ ജർമ്മൻ ഹിസ്റ്ററി വരും കുറച്ച്. അതിൽ കുറച്ച് പക്ഷേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അത് കൂടുതലും. അതാ പറഞ്ഞത്, അത് കുറച്ച് കൂടുതൽ എന്താ പറയുന്നത്, കുറച്ച് കാലം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈസിയാണ്. കാരണം ഇതൊക്കെ നമുക്കറിയാം, അതിൻ്റെ അവിടുത്തെ സിസ്റ്റം ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാനൊക്കെ 9 വർഷമായതുകൊണ്ട് എനിക്കത് ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പം 5 വർഷം വരുന്നവർക്ക് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പം തന്നെയാണ്. അവരപ്പോൾ കൂടുതൽ അവരുടെ കൾച്ചറും ട്രഡീഷനും മാത്രമല്ല അവരുടെ പാർലമെന്റ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ പണ്ടത്തെ ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ആ വാക്ക് ശരിക്കും ജർമ്മനിയിൽ മിണ്ടിക്കൂടാ എന്നുള്ളതാണ്. അതെ, ബിക്കോസ് തിങ് ഈസ് അത് അവർ ആ ഒരാളെ ഓർക്കരുത് എന്ന് പറയുന്ന ഒരു സംഭവമുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ മറ്റേ ആൾ എന്നൊക്കെയാണ് അവിടെ പോയാൽ പറയാറുള്ളത്. അത് അങ്ങനത്തെ ഒരു അങ്ങനെയാണ്. ബിക്കോസ് they don't like him, so that's why they don't want to tell anything about him. Completely ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട് ആസ് എ തിങ്, ബട്ട് അതിനെക്കുറിച്ച് യു കാൻ സീ എ ഫോട്ടോ ഓഫ് ഹിം ഇൻ എനി ഓഫ് ദ മ്യൂസിയം ഓർ എനിത്തിങ്, നത്തിങ്. ലാസ്റ്റ് കുറച്ച് മന്ത്സൊക്കെ മുന്നേ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നല്ലോ, റെഫ്യൂജീസ് വരെയും കുറേ മേർഡറൊക്കെ നടന്നു എന്നൊക്കെയുള്ള രീതിക്ക്. അപ്പം ഈ റേസിസത്തിനെ പറ്റി നേരത്തെ പറഞ്ഞു. അതുപോലെ എന്തെങ്കിലും റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ശരിക്കും ജർമ്മനിയിലുണ്ടോ? ആ രീതിക്കുള്ള ന്യൂസൊക്കെ കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ലേ? ആക്ച്വലി ഞാൻ കണ്ടത് വെച്ച് അങ്ങനെ ഒരു റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതായത് ജർമ്മൻസ് ആർ ഓപ്പൺ ടു ലൈക്ക് ഈവൻ ജർമ്മനി ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാം ക്രിസ്ത്യൻ കൺട്രി ആണല്ലോ. പക്ഷെ അവിടെ തന്നെ ബിലീവേഴ്സിനെ എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. സോ അവർക്ക് വേറൊരു കൾച്ചറാണ്. അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ ബിലീവേഴ്സ് ആയിട്ട് ചർച്ചിൽ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി ദേ ആർ ഓപ്പൺ ഇൻ ദ സെൻസ് യു ആർ ഗുഡ് ദെൻ ഐ എം ഗുഡ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് അങ്ങനെ റിലീജിയസ് ബേസ്ഡ് അല്ല, കുറച്ചും കൂടെ ആൾക്കാരെ വെച്ചിട്ടാണ് അവർ ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ റെഫ്യൂജീസിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പം ചില രാജ്യത്തു നിന്ന് വരുന്നവരുണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനെതിരെ തന്നെ ഇപ്പം റീസെൻ്റ്ലി ദർ വാസ് എന്താ പറയുന്ന ഒരു ഗവൺമെൻറ് ഫോളായിട്ട് ന്യൂ ഗവൺമെൻറ് ഈസ് അപ്പ് നൗ മാസ് ഡിപ്പോർട്ടേഷൻസ് ഇവർക്കെല്ലാം കൊടുത്ത് അതിനിപ്പം ഭയങ്കരമായിട്ട് ഡിജിറ്റലൈസ് സിസ്റ്റം തന്നെ കൊണ്ടുവന്നു. അതായത് വിത്തൗട്ട് ഡോക്യുമെൻറ്റ്സ് ആരും വരരുത്. പിന്നെ ജർമ്മൻ ബോർഡേഴ്സ് നിങ്ങൾക്കറിയാലോ, ഷെങ്കൻ റീജിയൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് വണ്ടിയിൽ എവിടെ വേണോ പോവാം. അത് ബോർഡേഴ്സ് ക്ലോസ്ഡ് ആയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ബോർഡേഴ്സിൽ ചെക്ക് വന്നു തുടങ്ങി. ഇമിഗ്രേഷൻ നല്ല റൂൾ ചെക്ക് ചെയ്ത് മാത്രമേ അകത്ത് കയറ്റുള്ളൂ എന്നുള്ള വളരെ വലിയ റൂൾ വന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഗുഡ്. അപ്പോൾ ഇതേപോലത്തെ അഡൾട്രേഷൻസ് ഒന്നും അകത്ത് കയറാതാവുകയും പ്രശ്നങ്ങളൊന്നും വരാതായിരിക്കും. അല്ലാതെ റിലീജിയസ് പരമായിട്ടൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവിടെ പോയി ചെയ്യുക എന്നുള്ളത് മാത്രമേ. ഓക്കെ. സോ കൺസൾട്ട് ഫോക്സിൻ്റെ അടുത്ത ഒരു 5 വർഷത്തെ പ്ലാൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം?
ഫസ്റ്റ് ഓക്കെ നമ്മുടെ മെയിൻ ഫോക്കസ് വിൽ ബി ഓൺ സ്റ്റുഡൻറ് സപ്പോർട്ടിങ്. അതിപ്പം എന്തായാലും അടുത്ത 5 years ഇറ്റ്സ് ഗോയിങ് ടു എക്സ്പാൻഡ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു മൾട്ടിപ്ലൈ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ആകുമ്പോൾ നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഈക്വലായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം, ഞാൻ ഈ പറഞ്ഞ പോലെ അത് തന്നെയാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്ലാൻ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് കൺസൾട്ട് ഫോർട്സ്. അതിന് ഇമൊബിലിയൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ ശരിക്കും കൺവേർഷൻ വേർഡ്, ബട്ട് ദാറ്റ്സ് നോട്ട് ദ തിങ്. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വി ആർ ടൈങ് അപ്പ് വിത്ത് ലോട്ട് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് ദെയർ ഇൻ ജർമ്മനി. സോ ദാറ്റ് സ്റ്റുഡൻസ്, നമ്മുടെ സ്റ്റുഡൻസിന് ഇപ്പോൾ പ്രശ്നം അക്കോമഡേഷൻ, വി ആർ കണക്റ്റിംഗ് ദം വിത്ത് പീപ്പിൾ ഹു ദെയർ അങ്ങനെ ഒരു കോൺടാക്ട് കൊടുത്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് മാറ്റി നമുക്ക് തന്നെ ഇതിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് സൈഡും കൂടെ, അതായത് ഇവരുടെ അക്കോമഡേഷൻ കൂടെ സേഫ് ആക്കുന്ന രീതിയിൽ അകത്ത് കൊണ്ടുവരാനുള്ള ഒരു സംഭവം നമ്മൾ വി സ്റ്റാർട്ടഡ്. ഇപ്പോൾ നമ്മൾ ബെർലിനിൽ ഒരു 3-4 ലീസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ആർ ഇൻവൈറ്റിംഗ് സ്റ്റുഡൻസ് ദെയർ. അത് എല്ലാ സിറ്റീസിലും കൊണ്ടുവന്ന് നമുക്ക് അവിടെ എല്ലാ സിറ്റീസിലും ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് കൊണ്ടുവന്ന് അതിൻ്റെ അക്കോമഡേഷൻ ഫുള്ള് നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരാനുള്ളതാണ്. അത് കുറച്ച് സമയം എടുക്കും. എല്ലാ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ടേക്ക് ആണ് 3 to 4 years എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അതാണ് മെയിൻ അടുത്തൊരു ഫോക്കസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പം ജർമ്മനിയിലേക്ക് സ്റ്റഡി ആയിട്ട് വരുന്ന ആൾക്കാരായാലും ശരി, ജോബിന് വേണ്ടി വരുന്ന ആൾക്കാരായാലും, അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് ക്വറീസിനുള്ള ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റി. അതല്ലാതെ ജർമ്മനീനെ പറ്റി കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും കേൾക്കാൻ പറ്റി. അത് കൺസൾട്ട് ഫോർട്സിൻ്റെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ആവട്ടെ. ഓൾ സക്സസ് ടു യു. Yeah, thanks. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. Thank you very much. താങ്ക് യു.